സം നിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസതെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യൽ സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോ നിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ ദശകം 12 പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദശകം 11 പറഞ്ഞു നിർത്തിയല്ലോ ഹിരണ്യാക്ഷന്റെ കാര്യം. തതോ ജലേശാസദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ സ്ത്വാം. വരുണനീന്ന് തനിക്ക് സദൃശനായ ഒരാളുണ്ട്, ഒരു ശത്രു ഉണ്ട്. അദ്ദേഹം ശത്രുവിനെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ ഹിരണ്യാക്ഷൻ. അങ്ങനെ ഒരു ശത്രു ഉണ്ടെന്ന് വരുണൻ പറഞ്ഞതനുസരിച്ച് ബഭ്രാമ ഗവേഷയൻ സ്ത്വാം, ത്വാം ഗവേഷയൻ, അങ്ങേ അന്വേഷിച്ചുകൊണ്ട് ബഭ്രാമ പരതി നടക്കുകയാണ്, പാഞ്ഞു നടക്കുകയാണ്. അങ്ങ് സദൃശനായ ഒരു ശത്രുവാണെന്ന് മനസ്സിലാക്കി. ആ ഒരു ഇതിലാണ് അടുത്ത ദശകം തുടങ്ങുന്നത്. വരാഹാവതാരം. ഭഗവാന്റെ ഈ നാരായണീയത്തിലും ഭാഗവതത്തിലും ആദ്യത്തെ അവതാരമായിട്ട് വരാഹ അവതാരം പറയുകയാണ്. കാരണം മത്സ്യാവതാരമാണെങ്കിലും ഇവിടെ പരീക്ഷിച്ച് ചോദിക്കുന്നതനുസരിച്ചുള്ള ഇതാണല്ലോ ശുഖബ്രഹ്മർഷി പറയുന്നത്. അതുകൊണ്ട് വരാഹ അവതാരം ആദ്യം വന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആ അവതാരം ഇത് പറയുമ്പം മത്സ്യം കൂർമ്മം വരാഹം, മൂന്നാമത്തെ അവതാരമാണ് വരാഹം. ഏതായാലും കഥയാണല്ലോ ഈ പറയുന്നത്. ആ രീതിയിൽ നമ്മളത് എടുത്താൽ മതി. വരാഹാവതാരം. സോയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം വസന്തതിലകമാണ്. നാരായണീയത്തെ കൂടെ കൂടെ പ്രയോഗിക്കുന്ന മനോഹരമായ ഒരു വൃത്തമാണ് വസന്തതിലകം. 14 അക്ഷരമുള്ളൊരു വൃത്തമാണ്. ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗ. അതിൻ്റെ ലക്ഷണമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. 14 അക്ഷരമുണ്ട്. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ അധ. പിന്നീട്, അതായത് ബ്രഹ്മാവ് തൻ്റെ ശരീരം സ്വയംഭുവ മനുവായിട്ട് ശതരൂപയുമായിട്ട് മാറ്റിയെന്ന് പറഞ്ഞല്ലോ. ജാനന്നുപായമത എന്ന് പറയും. ഈ സൃഷ്ടിമാർഗത്തിന് ഒരു ഉപായം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ശരീരം സ്ത്രീ പുരുഷ ഭാവത്തിലേക്ക് മാറ്റി. അതാണ് സ്വയംഭുവ മനുവും ശതരൂപയും. അങ്ങനെ അവരെ പിന്നെ സൃഷ്ടി പ്രക്രിയ ഏൽപ്പിച്ചിട്ട് ബ്രഹ്മാവ് വിശ്രമിക്കുകയാണ്. ഇനിയുള്ളതെല്ലാം ഈ സ്വയംഭുവ മനുവിൽ ശതരൂപയിൽ കൂടി ഇങ്ങനെ സൃഷ്ടി പ്രക്രിയ വരികയാണ്. അതാണ് അധ. സ്വയംഭുവോ മനു അധ ജനസർഗശീലോ. ജനസർഗം, സൃഷ്ടി നടത്തുന്നതിൽ പ്രജാസൃഷ്ടി തൽപരനായിരിക്കുന്ന സ്വയംഭുവ മനു. അതാണ് സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നം. അങ്ങനെ ഇദ്ദേഹം സ്വയംഭൂമനു ഇങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നേ. അസമയേ, അതായത് കാലത്തിന് യോജിച്ച രീതിയിലല്ലാത്ത അസമയത്ത്. സാറിന് ഈ പ്രളയം വരുന്നതിനൊക്കെ ഒരു സമയവും സന്ദർഭമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അസമയം. അതാണ് അസമയേ സലിലേ നിമഗ്നം ദൃഷ്ട്വാ മഹീം. മഹീം എന്ന് വെച്ചാൽ ഭൂമി. ഭൂമി വെള്ളത്തിൽ മുങ്ങിയതായിട്ട് കണ്ടു. കാരണം ഈ സൃഷ്ടി ഭൂമിയിൽ വെച്ചല്ലേ നടത്തിയ പ്രജകളെ അങ്ങോട്ട് വിടണ്ടേ. അങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പം ഭൂമി അപ്രത്യക്ഷമായി. നോക്കിയപ്പം അത് സലിലേ നിമഗ്നം. സലിൽ എന്ന് വെച്ചാൽ വെള്ളം. വെള്ളത്തിൽ മുങ്ങിയതായിട്ട് സ്വയംഭൂമനു കണ്ടു. അതാണ് ആദ്യത്തെ 2 വരി. സ്വയംഭൂ മനുരഥോ ജനസർഗശീലോ. ജനസർഗശീലം എന്ന് വെച്ചാൽ സൃഷ്ടി തൽപരനായിട്ട്, അതായത് പ്രജാസൃഷ്ടി നിരതനായിട്ട് സ്വയംഭൂവനു സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നം. നിമഗ്നം എന്ന് വെച്ചാൽ മുങ്ങിപ്പോയതായിട്ട് മഹീം ഭൂമിയെ കണ്ടപ്പോൾ സ്രഷ്ടാരമാപശരണം. സ്രഷ്ടാരം, സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. സാക്ഷാൽ ബ്രഹ്മാവിനെ തന്നെ, തൻ്റെ പിതാവാണല്ലോ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു എന്ന് പറയാണ്. സ്രഷ്ടാരമാപശരണം. ശരണം ആപ, ശരണം പ്രാപിച്ചു. ഭവദംഘ്രിസേവാതുഷ്ടാശയം. ആ ബ്രഹ്മാവ് എങ്ങനെയുള്ള ആളാണ്? ഭവദംഘ്രിസേവാതുഷ്ടാശയം.
ആശയം എന്ന് വെച്ചാൽ മനസ്സ്. അങ്ങയുടെ സേവയിൽ എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്ന ആ ബ്രഹ്മാവിനെ തന്നെ, തൻ്റെ പിതാവായിരിക്കുന്ന സ്രഷ്ടാവിനെ തന്നെ പോയി ഈ സ്വയംഭൂമനു പ്രാപിച്ചു എന്ന് പറയുകയാണ്. അതാണ് സ്രഷ്ടാരമാപശരണം ഭവതംഗ്രി സേവാതുഷ്ടാശയം. അന്നേരം അങ്ങയുടെ ആ സേവയിൽ മനസന്തുഷ്ടിയുള്ളവനായി. അന്നേരം ഭഗവത് സേവയിൽ ആർക്കും മനസ്സും തുഷ്ടി കിട്ടും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബ്രഹ്മാവിന് പോലും അത് കിട്ടുമെങ്കിൽ നമുക്കും പോയി ഗുരുവായൂരൊക്കെ തൊഴുമ്പോൾ ഉള്ളാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെല്ലാവർക്കും അനുഭവവേദ്യവുമാണ്. അതാണ് സ്രഷ്ടാരമാപശരണം. ഈ അവിടെ ഇരുന്ന് ഭജനം നടത്തുന്ന ആ ഭട്ടതിരിക്കും അത് കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്രഷ്ടാരമാപശരണം ഭവതംഗ്രി സേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. എന്നിട്ട് അദ്ദേഹം ഒറ്റയ്ക്കല്ല പോയത്, മറ്റു മുനിമാരും ഒക്കെ ആയിട്ട്. സ്വയംഭൂമനുവിൻ്റെ കൂടെ കുറച്ച് മുനിമാരും ഒക്കെ ഉണ്ട്. അതായത് ബ്രഹ്മാവിനെ കാണാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകൂടാല്ലോ, ആ പരിവാരങ്ങളൊക്കെ ആയിട്ട് മുനിജനൈ സഹ, അവരോട് ഒപ്പം. എവിടെ പോയത്? സത്യലോകേ. ബ്രഹ്മാവിന്റെ വാസസ്ഥലം സത്യലോകമാണല്ലോ. ആ സത്യലോകത്ത് ഇവരെല്ലാം കൂടെ എത്തിച്ചേർന്നു. കാരണം ഈ ഒരു നിവേദനം കൊടുക്കാനാണ്. അതായത് ഞാനിങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പം ഭൂമി അപ്രത്യക്ഷമായി. ആ സംഭവം ബ്രഹ്മാവിനോട് പറയാനായിട്ട് ഇവർ പോവുക. അതാണ് ആദ്യത്തെ ശ്ലോകം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നം. സലിലം, വെള്ളത്തിൽ മുങ്ങിയപ്പോൾ സ്രഷ്ടാരമാപശരണം, സ്രഷ്ടാവിനെ ശരണം പ്രാപിച്ചു. ആ സ്രഷ്ടാവ് എങ്ങനെയാണ്? ഭവത അംഗ്രി. അംഗ്രി എന്ന് വെച്ചാൽ പാദം. പാദം, അങ്ങയുടെ പാദം. ഭവത അംഗ്രി, ഗുരുവായൂരപ്പന്റെ പാദസേവ കൊണ്ട് തുഷ്ടാശയനായിരിക്കുന്ന, ആശയം തുഷ്ടം, മനസ്സ് വളരെ സന്തുഷ്ടമായിരിക്കുന്ന ആ ബ്രഹ്മാവിനെ സമീപിച്ചു. മുനിജനൈ സഹ സത്യലോകേ, സത്യലോകത്തിലുള്ള ബ്രഹ്മാവിനെ പോയി കണ്ടു എന്ന് പറയുകയാണ്. അതാണ് ആദ്യത്തെ ശ്ലോകം. ഒന്നും കൂടെ ചൊല്ലാം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നം സ്രഷ്ടാരമാപശരണം ഭവതംഗ്രി സേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. വളരെ എളുപ്പത്തിലാണ് പറയുന്ന, കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. സംസ്കൃതമാണെങ്കിലും നമുക്ക് അന്വയ കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കാനൊക്കെ വളരെ. അതാണ് ഭട്ടതിരിയുടെ നാരായണീയത്തിൻ്റെ ഗുണം. വളരെയധികം ക്ലേശിക്കേണ്ട കാര്യമില്ല. അത്രയും ഭാഷാ സ്വാധീനമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ കാവ്യം എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടുകള. ഈ സംസ്കൃതത്തിനുള്ളൊരു കുഴപ്പം അതാണ്. ഒരു ശ്ലോകം വ്യാഖ്യാനിക്കണം, നമ്മളത് അന്വയിക്കണം. അന്വയിച്ച് പറഞ്ഞില്ലെങ്കിൽ എല്ലാം തിരിയും. ഇവിടെ അതിന് കുഴപ്പമില്ല, നമുക്കങ്ങ് പറഞ്ഞു പോവാം. എല്ലാ ദശകത്തിലും അതുപോലെ തന്നെയാണ്. അങ്ങനെ അവിടെ സത്യലോകത്ത് ചെന്ന ബ്രഹ്മാവിന്റെ അവസ്ഥയാ പറയുന്നത്. കഷ്ടം പ്രജാസൃജതി മയി അവനിർനിമഗ്നാസ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനം ഇത്യേവമേത ഏവ കഥിതോ മനുനാ സ്വയംഭൂ അംബോരുഹാഷ തവ പാദയുഗം വ്യചിന്തീത്. കഷ്ടം പ്രജാ സൃജതി മൈ അവനിർ നിമഗ്ന. മൂന്ന് വാക്കാണ്. മൈ അവനിർ നിമഗ്ന, മൈ അവനിർ നിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനം ഇതി ഏവം ഇത്യേവം ഏഷ. മൂന്ന് വാക്ക. ഇതി ഏവം ഏഷ, ഇത്യേവമേഷ കഥിതഃ മനുനാ സ്വയംഭൂ. ഏവമേഷ കഥിതഃ മനുനാ സ്വയംഭൂ അംഭോരുഹാഷ തവ പാദയുഗം വ്യചിന്തീത്. ഓരോ പദവും പിരിച്ചു പിരിച്ച് തന്നെയാണ് പറയുന്നത്. ഒന്ന് രണ്ട് പദങ്ങളെ ഉള്ളു കൂട്ടക്ഷരത്തിൽ ചേർത്ത് എഴുതിയിരിക്കുന്നത്. കഷ്ടം, അദ്ദേഹം പോയി പറയുകയാണേ. സ്വയംഭൂ മനു ബ്രഹ്മാവിൻ്റെ ഒക്കെ പറയാണ്, കഷ്ടം, വളരെ ദയനീയമായിരിക്കുന്നു എൻ്റെ അവസ്ഥ. പ്രജാസൃജതി മയി, ഞാനിങ്ങനെ അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രജാസൃഷ്ടിക്ക് തുടങ്ങിയപ്പോൾ, ഞാൻ പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, അതാണ് പ്രജാസൃജതി. സൃജതി എന്ന് വെച്ചാൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ, മൈ ഞാൻ, അവനിർനിമഗ്ന, അവനി ഭൂമി, ഭൂമി നിമഗ്ന, മുങ്ങിപ്പോയി. ബ്രഹ്മാവിൻ്റെ ഈ സ്വയംഭൂവിൻ്റെ പരിദേവനമാണ് ബ്രഹ്മാവിൻ്റെ കൂടെ ഒക്കെ പോയി. അതാണ് കഷ്ടം പ്രജാസൃജതി മയി അവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനം. അങ്ങനെ ഈ സൃഷ്ടി നടന്നു വരുമ്പം പ്രജകൾ ഇങ്ങനെ ഉണ്ടായി പോവില്ലേ? അതായത് സ്ഥലം വേണ്ടേ? ഇപ്പം തന്നെ ജനസംഖ്യ കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇരിക്കണ്ടേ? അതിനിവിടെ ഭൂമിയെ കാണുന്നില്ല. വേറൊരു ഭൂമി ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെയൊക്കെ അനുവാദം ഉണ്ടെങ്കിലല്ലേ ബ്രഹ്മാവിന് ചെയ്യാൻ പറ്റൂ.
അതാണ് സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം. സ്വയംഭൂമനു പറയാണ് സ്ഥാനം സരോജഭവൻ. സരോജഭവൻ ബ്രഹ്മാവ്, സരോജത്തിൽ നിന്ന് പത്മസംഭവൻ, സരോജത്തിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് സരോജഭവ. സ്ഥാനം, സ്ഥാനം എന്ന് വെച്ചാൽ വാസസ്ഥലം. ആർക്ക് വാസസ്ഥലം? തൽപ്രജാനാം, ആ പ്രജകൾക്ക് വാസസ്ഥലം നിർദ്ദേശിക്കുക. കൽപ്പയ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുക. ആ പ്രജകൾക്ക് എവിടെ വസിക്കാമെന്നുള്ള ഒരു സ്ഥാനം അങ്ങ് പറഞ്ഞു തരിക. ഞാൻ പ്രജാ സൃഷ്ടി ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരെ സൃഷ്ടിച്ച് വിടണ്ടേ എവിടോട്ടെങ്കിലും, അതിനൊരു സ്ഥാനം കൽപ്പിക്കണം. ഇവിടെ ഭൂമി മുങ്ങിപ്പോയി. അതാണ് കഷ്ടം പ്രജാസൃജതി മയി അപനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനം. ആ പ്രജകൾക്ക്, അതായത് എന്നാൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രജകൾക്കുള്ള വാസസ്ഥലം അങ്ങ് നിർദ്ദേശിക്കണം. കാരണം അവനിർനിമഗ്ന, ഭൂമി, അവനി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമി മുങ്ങിപ്പോയി എന്ന് പറയാണ്. കഷ്ടം, ഇത് വളരെ കഷ്ടമായി പോയിരിക്കുന്നു എന്നുള്ള ഈ അവസ്ഥ. ഇത്യേവമേഷ കഥിതഃ മനുനാ സ്വയംഭൂ. ഇത്യേവം, ഇതീയേവം ഇപ്രകാരം, ഇപ്രകാരം ഏഷ സ്വയംഭൂ. സ്വയംഭൂവിന്റെ വിശേഷണമാണ് ഈ സ്വയംഭൂ. സ്വയംഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവ്. ഈ സ്വയംഭൂ മനുനാ കഥിത എന്ന് വെച്ചാൽ മനുനാൽ കഥിക്കപ്പെട്ടവനായപ്പോൾ, അതായത് ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ, സ്വയംഭൂ മനു ബ്രഹ്മാവിനോട് പറഞ്ഞു എന്ന് പറയാണ്. അതായത് ബ്രഹ്മാവ് ഇങ്ങനെ സ്വയംഭൂ മനുവാൽ പറയപ്പെട്ടപ്പോൾ, ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ. ഉടനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അംഭോരുഹാഷ തവ പാദയുഗം വ്യചിന്തീത്. ബ്രഹ്മാവിന് വേറെ ഒരു മാർഗമൊന്നുമില്ല. അതായത് പിന്നുടനെ തന്നെ ഗുരുവായൂരപ്പന്റെ പാദം മനസ്സിലിങ്ങനെ സ്മരിക്കുകയാണ്. ഇതിലെന്താണ് പോംവഴി എന്നുള്ള. എപ്പോഴും ബ്രഹ്മാവിന് പ്രശ്നം വരുമ്പം ഗുരുവായൂരപ്പനല്ലേ ആശ്രയിക്കുന്നത്. അതുപോലെയാണ് നമ്മളും. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കർത്തവ്യത മൂഢത വരുമ്പോൾ നമ്മൾ ഭഗവാനെ ആശ്രയിക്കും. അതുവരെ നമ്മൾ ഒരു താൻ പോരിമേലൊക്കെ ഇരിക്കും. പക്ഷേ തീരെ ഗതിയില്ലെന്ന് കാണുമ്പോൾ നമ്മൾ ഭഗവാനെ ആശ്രയിക്കും. അതാണ് ഇവിടെ പറയുന്നത് അംബോരുഹാഷൻ. അംബോരുഹാഷൻ ഇവിടെ ഗുരുവായൂരപ്പൻ. അംബോരുഹം താമര, അക്ഷം കണ്ണ്, താമര പോലെ ഇരിക്കുന്ന ആ നയനങ്ങളോടുകൂടിയിരിക്കുന്ന ആ സുന്ദരനായിരിക്കുന്ന ആ രൂപത്തെ ആ ബ്രഹ്മാവ് വ്യചിന്തീത്, ചിന്തിച്ചു, ധ്യാനനിരതനായി എന്ന് പറയാണ് അല്ലേ. ആ ബ്രഹ്മാവിന്റെ മനസ്സ് മൊത്തം ആ ഭഗവാനിലായി ഏകാഗ്രചിത്തനായിട്ട് വ്യചിന്തീത് അല്ലേ. മറ്റേ വള്ളത്തോട് പറയുന്നത് കണ്ണ് രണ്ടുമടഞ്ഞു കവീന്ദ്രന് കണ്ണനിൽ തന്നെ ചെന്നുറച്ചു മനം മല്ലര പിഞ്ചു കൈ കൊണ്ടു മർദ്ദിച്ച മലനേത്രന്റെ മഞ്ജുള വിഗ്രഹം നല്ലവണ്ണമതിങ്കൽ പ്രകാശിച്ചു എന്ന് പറയുമല്ലോ. അതായത് പോലെ ആ ബ്രഹ്മാവിന്റെ മനസ്സിലും ആ ഗുരുവായൂരപ്പന്റെ രൂപം പ്രകാശിച്ചു. കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ. ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ. മനുനാ ഇത്തിരി ഏവം കഥിതഃ. ഇപ്രകാരം കഥിക്കപ്പെട്ടപ്പോൾ ആ സ്വയംഭൂ ബ്രഹ്മാവ് അംബോരുഹാഷ, അല്ലയോ ഗുരുവായൂരപ്പ, തവ അങ്ങയുടെ പാദയുഗം, ആ അംഗ്രി പത്മം, ആ പാദയുഗം, ചരണയുഗ്മം വ്യചിന്തീത് ധ്യാനിച്ചു എന്ന് പറയുകയാണ്. ഇതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ ഗതിതോ മനുനാ സ്വയംഭോ അംഭോരുഹാഷ തവ പാദയുഗം വ്യചിന്തീത്. പാദയുഗം എന്ന് വെച്ചാൽ രണ്ട് പാദങ്ങളും. പാദയുഗം വ്യചിന്തീത് ധ്യാനിച്ചു എന്ന് പറയാണ്. ഇതൊക്കെ സംശയമുള്ള കുറിച്ച് വെക്കണേ. ഞാൻ ചിലപ്പം വിട്ടുപോകും ചില വാക്കിന്റെ അർത്ഥങ്ങളും ഒക്കെ. അത് അവസാനം നമുക്ക് പഴയതുപോലെ തന്നെ ചോദിച്ചാൽ നമുക്ക് അന്നേരം പറയാം. മൂന്നാമത്തെ ശ്ലോകം. ഹാഹാ വിഭോ ജലമഹം നബിവം പുരസ്താദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്യം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ സാവുടാ സമഭവ ശിശുകോലരൂപീ. ഹാഹാ വിഭോ ജലമഹം നബിവം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇദ്ധം ത്വദംഘ്രിയുഗളം. ഇദ്ധം ത്വത് അംഘ്രിയുഗളം ശരണം യതഃ അസ്യ. ശരണം യതഃ അസ്യ നാസാവുടാൽ സമഭവ ശിശുകോലരൂപീ. നാസാവുടാത് സമഭവ ശിശുകോലരൂപീ.
ബ്രഹ്മാവ് ആ ധ്യാനിക്കുന്ന എന്താണ്? മഹാവിഷ്ണുവിനെ മനസ്സിൽ കണ്ടിട്ട് ധ്യാനിക്കുകയാണ്. ഹാഹാ വിഭോ, അല്ലയോ ഭഗവാനെ, വിഭു അല്ല സർവശക്തനായിരിക്കുന്ന ഭഗവാനെ, ജലമഹം നപിപം പുരസ്താത്. അഹം ജലം പുരസ്താത്, മുമ്പ് പണ്ട്, അതായത് ആ സൃഷ്ടി സമയത്ത് നമ്മൾ കണ്ടല്ലോ, ബ്രഹ്മാവസാനം ആ വെള്ളവും താമര എല്ലാം കൂടെ പാനം ചെയ്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ദശകങ്ങളിൽ കണ്ടല്ലോ. അതാണ് ഇവിടെ പറയുന്നത്, ജലമഹം നപിപം പുരസ്താത്. ഞാൻ തുടക്കത്തിൽ ഈ കാരണജലം മൊത്തം കുടിച്ചല്ലോ, പക്ഷേ അദ്യാപി, ഇപ്പോഴും, അദ്യ എന്ന് വെച്ചാൽ ഇപ്പോഴും, മജ്ജതി മഹി, ഭൂമിയെല്ലാം മജ്ജതി മഹി, മഹി എന്ന് വെച്ചാൽ ഭൂമി, മജ്ജതി മഹി, ഭൂമി മുങ്ങിപ്പോയി. ആ ജലത്തിൽ തന്നെ വീണ്ടും ഭൂമി മുങ്ങിയെന്ന്. നേരത്തെ ജലമെല്ലാം കുടിച്ചു, ഒന്നും കാണാതിരുന്നപ്പം പിന്നെ താമര മാത്രമായി കരണജലം കുടിച്ചതായിട്ട് നമ്മൾ കണ്ടല്ലോ. അതാണ് ഇവിടെ പറയുന്നത്, അദ്യാപി മജ്ജതി മഹി കിം അഹം കരോമി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആ ധ്യാനത്തിൽ കണ്ട മഹാവിഷ്ണുവിനോട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് ബ്രഹ്മാവ് ചോദിക്കുകയാണ്. ഞാൻ പണ്ട് ഈ ജലം മൊത്തം കുടിച്ചവനാണ്, പക്ഷെ എന്നിട്ട് ഇപ്പോഴും ആ ജലത്തിൽ തന്നെ ഈ ഭൂമി മുങ്ങിപ്പോയിരിക്കുകയാണ്. അതാണ് ഹാഹാ വിഭോ ജലമഹം നപിപം. നപിപം എന്ന് വെച്ചാൽ കുടിച്ചു, പാനം ചെയ്തു എന്നാണ്. നപിപം പുരസ്താത്, പണ്ട്. അദ്യാപി, ഇപ്പോഴും, മജ്ജതി മഹി കിം അഹം, അഹം കിം, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 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 ഇതൊരു അവസ്ഥ പറയുക, നിസ്സഹായ അവസ്ഥ പറയുകയാണ്. കിമഹം കരോമി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഭൂമി വീണ്ടും വെള്ളത്തിലായിപ്പോയി. യുദ്ധം ത്വദംഗ്രിയുഗളം ചരണം യതോസ്യ. ഇപ്രകാരം ആ ഭഗവാന്റെ ചരണയുഗളം, ഗുരുവായൂരപ്പന്റെ ചരണയുഗളം യതഹ പ്രാപിച്ചപ്പോൾ, യുദ്ധം ത്വദംഗ്രിയുഗളം യതഹ അസ്യ നാസാപുടാത് സമഭവ. അങ്ങനെ ആ ഭഗവാനെ ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ബ്രഹ്മാവിന്റെ നാസാപുടാത്, ആ മൂക്ക് ഉണ്ടല്ലോ, ആ മൂക്കിൽ നിന്ന് എന്ത് ചെയ്തു? സമഭവ ശിശുകോലരൂപി. സമഭവം എന്ന് വെച്ചാൽ അവതരിച്ചു. അതായത് വരാഹ അവതാരം ആ ബ്രഹ്മാവിന്റെ ആ നാസാപുടത്തിൽ നിന്നായിരുന്നു എന്നാണ് പറയുന്നത്. വരാഹ അവതാരം എവിടെ നിന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ നിന്നാണ് അത് പുറത്തിയാടിയത്. അതാണ് നാസാപുടാ സമഭവ. സമഭവം എന്ന് വെച്ചാൽ ഉണ്ടായി, ഭവിച്ചു അല്ലെങ്കിൽ അവതരിച്ചു. ശിശു കോലരൂപി. ശിശു എന്ന് പറഞ്ഞാൽ ബാലഭാവത്തിലുള്ള, കോലം എന്ന് പറയുന്നത് വരാഹം. വരാഹത്തിന് സൂകരം എന്ന് പറയും, വരാഹം എന്ന് പറയും, പിന്നെ കോലം എന്ന് പറയും. ഇങ്ങനെ 3-4 വാക്കുകളുണ്ട്. ഇവിടെ ശിശു കോലരൂപി, ഒരു ബാലഭാവത്തിലാണ് ഈ വരാഹം പിന്നെ ബ്രഹ്മാവിന്റെ നാസാപുടത്തിൽ നിന്ന് പുറത്തു വന്നത്. ഒരു അവതാര രഹസ്യം ഇവിടെ പറയുകയാണേ. നാസാപുടാ സമഭവ ശിശുകോലരൂപി. ഹാഹാ വിഭോജലമഹം നപിപം പുരസ്താത് അദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി. യുദ്ധം ത്വദംഗ്രിയുഗളം. ത്വദംഗ്രിയുഗളം, അംഗ്രിപാദം. ത്വതെന്ന് വെച്ചാൽ അങ്ങയുടെ, ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പറയല്ലേ, എല്ലാം അവിടെ ഇരുന്ന് പട്ടതിരി ഗുരുവായൂരപ്പനോട് നിവേദിക്കുക. അതാണ് ഈ ത്വതെന്നും ഒക്കെ പറയുന്നത്. ത്വദംഗ്രിയുഗളം ശരണം യതഹ, ശരണം പ്രാപിച്ചവനായ അസ്യ നാസാപുട. അസ്യ എന്ന് വെച്ചാൽ ആ ബ്രഹ്മാവിന്റെ, അങ്ങനെ ആ ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ച ആ ബ്രഹ്മാവിന്റെ നാസാപുടാത്, നാസാരന്ധ്രത്തിൽ കൂടി സമഭവ ശിശുകോലരൂപി, ഒരു ശിശുവിന്റെ ബാല്യ പന്നി, അതായത് കുഞ്ഞു പന്നിയായിട്ട് ഇത് പുറത്ത് ചാടി എന്ന് പറയുകയാണ് ഭഗവാൻ. ഒന്നുകൂടെ ചൊല്ലാം. ഹാഹാ വിഭോജലമഹം നപിപം പുരസ്താദദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി. യുദ്ധം ത്വദംഗ്രിയുഗളം ചരണം യതോസ്യ നാസാപുടാ സമഭവ ശിശുകോലരൂപി. 4-ാമത്തെ ശ്ലോകം. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയോദ കുംഭിസദൃശ സമജൃംഭദാസ്ത്വം അഭ്രേതദാവിതമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാത് സഹസൂനുഭിർസ്വയീ. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയോദ കുംഭിസദൃശ സമജൃംഭദാസ്ത്വം അഭ്രേതദാവിതമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിർ അഗാത് സഹസൂനുഭിർസ്വയീം. അങ്കുഷ്ടമാത്ര. അങ്കുഷ്ടം എന്ന് വെച്ചാൽ പെരുവിരൽ.
തള്ളവിരൽ, ആ അങ്കുഷ്ട മാത്രം. ആദ്യം ഈ വരാഹം വിഷുകോലായിട്ട് വന്നപ്പോൾ അതിന്റെ സൈസ് പറയുകയാണ്, ഒരു പെരുവിരലിന്റെ സൈസേ ഉള്ളായിരുന്നു. അതാണ് അങ്കുഷ്ടമാത്ര വപു എന്ന് വെച്ചാൽ ശരീരം. അതൊരു പെരുവിരലിന്റെ ആകൃതിയുള്ള ആ ശരീരത്തോടു കൂടിയവനായിട്ട് ഉത്പതിത എന്ന് വെച്ചാൽ പുറത്തേക്ക് ചാടി. ഉത്പതിത പുരസ്താത്, ആദ്യം ഈ രൂപത്തിന് ഒരു പെരുവിരലിന്റെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക. അങ്കുഷ്ടമാത്ര വപു ഉത്പതിത, വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം പിരിക്കുമ്പോഴേ. അങ്കുഷ്ടമാത്ര വപുഹു ഉത്പതിത പുരസ്താത്. പുരസ്താത് എന്ന് വെച്ചാൽ ആദ്യം ഒരു തള്ളവിരലിന്റെ ആ ഒരു വണ്ണത്തിൽ ഉള്ള ആ ശിശുകോല രൂപി പുറത്തു ചാടിയത്. ഭൂയഹ, വീണ്ടും അധ എന്ത് ചെയ്തു? കുംഭി സദൃശ, ഈ പെരുവിരലിന്റെ ആ രൂപത്തിൽ ചാടിയ ആ വരാഹം എന്തായിട്ട്, കുഞ്ഞു വരാഹം എന്തായിട്ട് മാറി? കുംഭി സദൃശൻ. കുംഭി എന്ന് വെച്ചാൽ ആനയുടെ അങ്ങ് വളർന്നു പെട്ടെന്നാണേ. കുംഭി സദൃശ, ആനയ്ക്ക് തുല്യമായി മാറി. സമജൃംഭദാസ്ത്വം, അങ്ങനെ സമജൃംഭത എന്ന് വെച്ചാൽ വളർന്നു, ആയിത്തീർന്നു. ത്വം, അങ്ങ് ഗുരുവായൂരപ്പൻ. അങ്ങനെ ഇവിടെ ത്വം ഗുരുവായൂരപ്പൻ എന്ന് തന്നെ അങ്ങ് പറയുക, വരാഹം ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ. ത്വം, അങ്ങ് ആനയുടെ രൂപത്തിൽ അങ്ങ് മാറി. കുംഭി സദൃശ സമജൃംഭത എന്ന് വെച്ചാൽ വളർന്നു വർദ്ധിച്ചു ആനയുടെ ഒപ്പം. ആ തള്ളവരൽ രൂപം എന്ന് പറയുന്നത് പിന്നെ ഒരു ആനയുടെ രൂപത്തിലോട്ട് അങ്ങ് മാറി. അഭ്രേതദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ, അത് പിന്നെയും വളർന്നങ്ങ് അഭ്രം എന്ന് വെച്ചാൽ മേഘപാളികൾ ആകാശത്തോളം ഉയർന്ന് നിൽക്കുകയാണ്. അതാണ് അഭ്രേതദാവിധമുദീക്ഷ്യ. ഇതിങ്ങനെ ആനയുടെ രൂപത്തിലൊന്നും നിന്നില്ല, അത് വീണ്ടും വളർന്നങ്ങ് മേഘപാളികളോളം എത്തി. അഭ്രം എന്ന് വെച്ചാൽ മേഘം. അഭ്രേതദാവിധമുദീക്ഷ്യ, ഉദീക്ഷ്യ എന്ന് വെച്ചാൽ കണ്ടിട്ട്. അപ്രകാരം ഇത്രയും വളർന്ന് സമജൃംഭത വളർന്നു വലുതായി ആ മേഘപാളികളോടൊപ്പം അത്രയും ഉയർന്നു നിൽക്കുന്നതാണ് ഉച്ചൈർ ഭവന്തം. അത്രയും ഉയർന്ന ഉന്നതാകാരനായിരിക്കുന്ന ഭവാനെ, അതാണ് ഭവന്തം ഉച്ചൈർ. വിസ്മേരതാം വിധി ഉദീക്ഷ്യ, കണ്ടിട്ട് അത്രയും വലിപ്പമേറിയ ഒരു രൂപത്തിൽ നിൽക്കുന്ന ആ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വിസ്മേരതാം വിധിരകാത്, വിസ്മേരതാം അകാത്, വിസ്മയാധീനനായി പോയി എന്ന് പറയുകയാണ് ബ്രഹ്മാവ്. ഈ ഒരു രൂപം ബ്രഹ്മാവ് പല രൂപവും കണ്ടിട്ടുണ്ടേ, പക്ഷെ ഇത്രയും ഒരു അത്ഭുതം ബ്രഹ്മാവും തന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിന് വിസ്മയം ഉണ്ടായി, ഇതെന്താണ് ഈ നടക്കുന്ന സംഭവം? തൻ്റെ മൂക്കിൽ നിന്ന് ചാടിയ ആ ഒരു രൂപം പിന്നെ ഇങ്ങനെ വളർന്ന് ആകാശത്തോളം ഉയർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വിസ്മേരതാമകാത് വിധി സഹസൂനുഭിസ്വൈ. ബ്രഹ്മാവ് മാത്രമല്ല വിസ്മയം കൊണ്ടത്, തൻ്റെ മക്കൾ പലരും നേരത്തെ ഉണ്ടല്ലോ. ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ച അത്രി മുതലായിട്ടുള്ള മഹർഷിമാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊപ്പം സനകാദികളും എല്ലാം കാണും. അവരോടൊപ്പം അവരും എല്ലാം ബ്രഹ്മാവിനോടൊപ്പം വിസ്മയാധീനരായി പോയി ഭഗവാന്റെ ഈ ലീല കണ്ടിട്ട്. വലിയൊരു അത്ഭുത കൃത്യമല്ലേ നടത്തിയത്. മൂക്കിൽ കൂടെ ചാടിയത് പെട്ടെന്ന് ആകാശ രൂപത്തിലങ്ങ് വളർന്നു. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയഹ, അതാണ് ഭൂയോദ കുംഭി സദൃശ സമജൃംഭതാത്വം. ത്വം സമജൃംഭത, എന്ന് വളർന്നു വർദ്ധിച്ചു. അഭ്രേതദാവിധമുദീക്ഷ്യ, ആ മേഘത്തോളം അങ്ങേ അത് കണ്ടിട്ട്, തഥാവിധം അപ്രകാരം കണ്ടിട്ട്, പവന്തമുച്ചൈർ, അങ്ങയുടെ ആ ഉച്ചയിൽ ഉയർന്ന ആ നില കണ്ടിട്ട് വിസ്മേരതാം വിധിരകാത്, വിസ്മേരതാം അഗാത്, വിസ്മയിച്ചു പോയി. ആര്? വിധി സഹസൂനുഭിർ സ്വയ്, സ്വന്തം മക്കൾ, അതാണ് സ്വയ് സൂനു. സൂനു എന്ന് വെച്ചാൽ മക്കൾ. സ്വന്തം മക്കളോടൊപ്പം ആ ബ്രഹ്മാവും അത്ഭുതാധീനനായി മാറി, അത്ഭുത പരതന്ത്രനായി മാറി എന്നൊക്കെ നമുക്ക് പറയാം ബ്രഹ്മാവിന് ഈ കാഴ്ച കണ്ടിട്ട്. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയോദ കുംഭി സദൃശ സമജൃംഭദാസ്ത്വം അഭ്രേതദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരകാത് സഹസൂനുഭിർസ്വൈ. അല്ലേ? അർത്ഥം മനസ്സിലാക്കില്ലെങ്കിൽ നമുക്ക് അവസാനം ഒന്നുകൂടെ പറയാം. അഞ്ചാമത്തത്, അദ്ദേഹത്തിന്റെ ആ വിസ്മയം പറയുകയാണ്. ബ്രഹ്മാവിന് ഇത് കണ്ടപ്പോൾ ഉണ്ടായ ആ വിസ്മയം എന്താണ്? അചിന്യമഹിമാകിടിരുദ്ധിതോ മേ നാസാബുഡാത് കിമു ഭവേദജിതസ്യമായ യുദ്ധം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം.
കോസാവചിന്യമഹിമാ കീടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ യുദ്ധം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ക അസൗ, ക അസവാണ് കോസൗ. ഇവൻ ആര്? എന്താണ് കോസൗ? അചിന്യമഹിമ. ഈ മഹിമ കണ്ടിട്ട് ഒരു 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 ഇതും കിട്ടുന്നില്ലല്ലോ, ചിന്തിച്ചെടുക്കാൻ പോലും വയ്യാത്ത ഒരു മഹിമയോട് കൂടിയ ഒരു രൂപം, അതാണ് അചിന്യ മഹിമ കോസൗ. അങ്ങനെയുള്ള ഈ ഇവൻ ആര്? എങ്ങനെ? കിടി. ഇവിടെ എന്താണ് കിടി എന്ന് പറഞ്ഞാലും ഈ രൂപം തന്നെയാണ്, വരാഹ രൂപമാണ് കിടി. ആ കിടി ഉദ്ധിതോമേ നാസാപുടാത്, എൻ്റെ ഈ നാസാപുടമേ, എൻ്റെ ഈ നാസാപുടത്തിൽ നിന്ന് ഉദ്ധിതനായ, പുറത്തു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ജനിച്ചു വന്ന ഈ അചിന്ത മഹിമാവായിട്ടുള്ള ഈ രൂപം എന്താണ് എന്ന് ബ്രഹ്മാവ് സംഭ്രമിക്കുകയാണ്. ഇതാണ് കോസ കസൗ അചിന്യ മഹിമാ കിടി ഉദ്ധിതോ മേ, ഉദ്ധിതോ മേ നാസാപുടാത്, എൻ്റെ ഈ നാസാപുടങ്ങളിൽ നിന്ന് ഉദ്ധിതമായ, പുറത്തു വന്ന അല്ലെങ്കിൽ ജനിച്ചു വന്ന ഈ കിടി ആരാണ്? അതാണ് കിം കാസൗ. കാ എന്ന് വെച്ചാൽ ആര്? ഇവൻ ആര്? കോസാവചിന്യമഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായ. വിചാരിക്കുന്ന ഇത് അജിതൻ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിന്റെ ഒരു മായയായിരിക്കും, ഒരു ഇന്ദ്രജാലമാണെന്നാണ് എനിക്ക് തോന്നിയത്. സാക്ഷാൽ രൂപമൊന്നും ആയിരിക്കില്ല, നമ്മളെ പറ്റിക്കാൻ. ഇത് അജിതന്റെ ഒരു മായയാണോ, ഒരു മായാപ്രകടനമാണോ? അതാണ് സംശയം. കിമു ഭവേത് അജിതസ്യ മായ ഭവേത്. കിമു, ഇത് അജിതന്റെ ഒരു മായ ആണോ ഈ കാണുന്നത്? കിമു ആകണോ എന്നുള്ള ഒരു സംശയം. ബ്രഹ്മാവിന്റെ ഒരു സംഭ്രമം പറയുകയാണേ, ഇതൊരു യഥാർത്ഥ രൂപിയാണോ, ഇതൊരു മായയായിട്ട് ഞാൻ കാണുകയാണോ എന്നൊക്കെ ബ്രഹ്മാവ് സന്ദേഹിക്കുകയാണ്. അതാണ് കോസാവചിന്യമഹിമാകിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായ. ഇത് മായാഭവേത് കിമു, ഇത് മായ ഉണ്ടായിരിക്കുന്ന മായയാണോ ഈ കാണുന്നത്? കിമു ഭവേത് അജിതസ്യ, അജിതൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ പര്യായമാണ്. അജിതസ്യ മായ, ആർക്കും തോപ്പിക്കാൻ കഴിയാത്തവൻ അജിതൻ. യുദ്ധം വിചിന്തയതി ധാതരി, ബ്രഹ്മാവ് ധാതരി എന്ന് വെച്ചാൽ ധാതാവ്, ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചപ്പോൾ, ഈ രീതിയിൽ ചിന്തിച്ചപ്പോൾ ശൈലമാത്ര സദ്യോ ഭവൻ. ശൈലം എന്ന് വെച്ചാൽ പർവ്വതം, പർവ്വത രൂപിയായിട്ട്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആകാശമാർഗം വരെ ഉയർന്നെന്ന്. ഇവിടെ വീണ്ടും പറയാണ് ശൈലമാത്ര സദ്യോ ഭവൻ. സദ്യ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആകാശത്തിനും അപ്പുറത്തങ്ങ് വളർന്നു ഈ രൂപം. അതാണ് ശൈലമാത്ര സദ്യോ ഭവൻ ജഗർജിത ഘോരം. എന്നിട്ട് വെറുതെ നിന്നില്ല, അലറി. ജഗർജിത എന്ന് വെച്ചാൽ അലറുക, ഘോരം ശബ്ദം ഉണ്ടാക്കി എന്ന് പറയുകയാണ് ആ രൂപം അവിടെ നിന്ന് ഉള്ള ആ ഒരു സംഭ്രമമൊക്കെ. ഈ രൂപം കണ്ടപ്പം തന്നെ ബ്രഹ്മാവ് ഒരു പരുവായി. ഇനി അതിന്റെ അലർച്ചയും കൂടെ കേട്ടപ്പം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് സദ്യോ ഭവൻ കില ജഗർജിത. കില എന്ന് വെച്ചാൽ അല്ലോ, അങ്ങനെ അലറി ശബ്ദം ഉണ്ടാക്കിയല്ലോ. ജഗർജിത, ഗർജിച്ചു എന്ന് പറയാണ്. ഗർജിത ഘോരം. വെറും ഘോരം പറഞ്ഞാൽ പോരാ, ഘോരം അതിഭയങ്കരമായിട്ട് തന്നെ ഈ രൂപം ഗർജിച്ചു. കോസാവചിന്യമഹിമാകിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ യുദ്ധം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ. ശൈലമാത്രം, പർവ്വതത്തിന് തുല്യം, പർവ്വതത്തോളം. ശൈലമാത്ര സദ്യ ഭവൻ, ഉടനെ ഭവിച്ചിട്ട്, ആയി തീർന്നിട്ട്. ജഗർജിത ഘോരം, അങ്ങനെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഗർജിച്ചു എന്ന് പറയുകയാണ്. അതാണ് സംഭവം. ആ കഥയുടെ രീതി മനസ്സിലായല്ലോ, വരാഹത്തിന്റെ ഉൽപ്പത്തിയും ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥയും. കോസാവചിന്യമഹിമാകിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ യുദ്ധം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരം. ആറാമത്തെ ശ്ലോകം. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുവർഭവന്തം തസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം.
തം തേ നിനാദം ഉപകർണ്യ, തം തേ നിനാദം ഉപകർണ്യ, തം തേ നിനാദം ഉപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ. ഇതിന് ഘോരഘോരം ഗർജിച്ചു എന്ന് പറയല്ലേ. തം, ആ നിനാദം, തം നിനാദം, ആരുടെ? തേ, ഈ കിടിയുടെ, ഈ വരാഹത്തിന്റെ ആ നിനാദം, ആ ഉഗ്ര ശബ്ദം ആണ് ഉപകർണ്യ, വർണ്ണിച്ച കേട്ടിട്ട്. ഈ വലിയ ശബ്ദം അങ്ങ് എവിടൊക്കെ കേട്ട്? ജനലോകത്ത് എന്ന് കേട്ടു. തപോലോകം, അതാണ് ജനതപസ്ഥ. ജനലോകത്തിലും തപോലോകത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആ ലോക അവർ കേട്ടു, അല്ലെങ്കിൽ മുനിമാരത് കേൾക്കാൻ കഴിഞ്ഞു. അത്രയും ഉറക്കെയാണ് വിളിച്ചതേ. അതാണ് ജനസ്തപസ്ഥ. ജനലോകം തപോലോകം എന്ന് വെച്ചാൽ 14 ലോകങ്ങളിൽ വരുന്നതാണ്. ജനസ്തപസ്ഥ സത്യസ്ഥിതാശ്ച മുനയോ. ആ സത്യലോകം വരെ എത്തി. ബ്രഹ്മാവിന്റെ ആ സത്യലോകത്തുള്ള മുനിമാരും എല്ലാം ഈ ശബ്ദം കേട്ട് ഇതായി. അതാണ് പറയുന്നത്. ആ ശബ്ദം കേട്ടിട്ട് നീ എന്താ സംഭവിച്ചെന്ന് പറയും. തന്തേ നിനാദമുപകർണ്യ, അത് കേട്ടിട്ട് ജനസ്തപസ്ഥ, ജനലോകത്തും തപോലോകത്തും സത്യലോകത്തിലും സ്ഥിതി ചെയ്യുന്ന മുനിമാർ നുനുപുർഭവന്തം, അങ്ങയെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. ഭഗവാന്റെ ഈ ഗർജനം കേട്ടപ്പോൾ വരാഹ അവതാരം ഉണ്ടായെന്നുള്ള അവർക്ക് ദിവ്യ ദൃഷ്ടികളുണ്ടല്ലോ. അവര് ഭഗവാനെ ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ധരിച്ചിട്ട് അവർ സ്തുതിച്ചു. നുനുപുർഭവന്തം, ഭഗവാനെ അവർ സ്തുതിച്ചു. ഈ 3 ലോകത്തുമുള്ള മുനിമാർ. അതാണ് മുനയത് നുനുപുർ ഭവന്തം. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുപുർഭവന്തം. ഭവന്തം നുനുവു, അങ്ങയെ ഭവാനെ സ്തുതിച്ചു. തസ്തോത്ര ഹർഷുലമന പരിണദ്യ ഭൂയ ത്വയാശയം വിപുലമൂർത്തി അവാദരസ്ത്വം. 3 വാക്കാണ്. വിപുലമൂർത്തി അവാദര ത്വം. ത്വം വിപുലമൂർത്തി അവാദര. അതാണ് തസ്തോത്ര ഹർഷുലമന. ഭഗവാൻ അവരെല്ലാം, ഈ മുനിമാരെല്ലാം ഇങ്ങനെ തന്നെ സ്തുതിച്ച് കേട്ടപ്പോഴത്തേക്ക് ഭഗവാൻ ഹർഷുലമന, വളരെ ഹർഷമുള്ളവനായി മാറി. അത് സ്തുതിയൊക്കെ ഭഗവാനും ഇഷ്ടമാണ്. എല്ലാവർക്കും സ്തുതി കാര്യങ്ങളും ഇച്ചിരി പൊക്കിയുമൊക്കെ സ്തുതിക്കുന്ന ഇഷ്ടമാണല്ലോ. നമ്മുടെ സാമാന്യ ജനങ്ങൾക്കും ഇഷ്ടം, ഭഗവാനും ഇഷ്ടം അല്ലേ. സ്തുതി പറഞ്ഞിടുമെങ്കിലനാരദം മുദിതരാകുമശേഷ ജനങ്ങളും. എല്ലാവർക്കും സ്തുതി കേൾക്കുന്ന ഇഷ്ടമാ. അതുപോലെയാണ് ഭഗവാനും. തസ്തോത്ര ഹർഷുലമന, ആ സ്തോത്രം കേട്ടിട്ട് വളരെ തുഷ്ടി ഉള്ളവനായി, തുഷ്ടഹൃദയനായി ഭഗവാൻ മാറി. പരിണദ്യ ഭൂയ, വീണ്ടും ഉറക്കെ ഗർജിച്ചു. പരിണദ്യ എന്ന് വെച്ചാൽ വളരെ ശബ്ദം ഉണ്ടാക്കുക. പരിണദ്യ, നാദം, വളരെ ഉയർന്ന നാദമൊക്കെ ഉണ്ടാക്കി. ഭൂയഹ, വീണ്ടും. തോയാശയം, തോയാശയം എന്ന് വെച്ചാൽ ജലാശയം. തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. ആ വെള്ളത്തിലേക്ക് വിപുലമൂർത്തം വിപുലമൂർത്തി അവാതര, ആ വിപുലമൂർത്തിയായിരിക്കുന്ന ആകാശതുല്യം ശരീരമായിട്ടിരിക്കുന്ന ആ ഭഗവാൻ അവാതരം എന്ന് വെച്ചാൽ താഴോട്ടിറങ്ങി. അതൊക്കെ ആ ജലാശയത്തിലേക്ക് ചാടി എന്ന് പറയുകയാണ്. എന്തിനാണ് ഭഗവാൻ ചാടി എന്നുള്ളത് നമുക്കിനി മനസ്സിലാവും. അന്നേരം ഈ ശബ്ദം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാ ലോകത്തുമുള്ള മുനിമാര് ഭഗവാനെ സ്തുതിച്ചു. അതുകൊണ്ട് പ്രീതമനനായിരിക്കുന്ന, പ്രീതിപ്പെട്ട മനസ്സോടുകൂടിയിരിക്കുന്ന ഭഗവാൻ ആ തൻ്റെ ഉന്നത മൂർത്തിയായിരിക്കുന്ന ശരീരം കൊണ്ട് ആ ജലാശയത്തിലേക്ക് അവതാര ഇറങ്ങി എന്ന് പറയാണ്. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്ത സത്യസ്ഥിതാശ്ച മുനയോർ നുനുർഭവന്തം. തസ്തോത്ര ഹർഷുലമന, ഹർഷോന്മാദം, വളരെ സന്തുഷ്ടനായെന്നാണ്. ഹർഷുലമന, മനസ്സ്, അവന്റെ മനസ്സ് വളരെ പ്രീതിയുള്ളവരായി ആയി മാറി ഇവരോട്. പരിണദ്യ ഭൂയ, വീണ്ടും ഗർജിച്ചിട്ട് തോയാശയം വിപുലമൂർത്തി അവാദരസ്ത്വം. ത്വം വിപുലമൂർത്തി, അങ്ങാവുന്ന ആ വിപുലമൂർത്തി ആ ജലാശയത്തിലേക്ക് ഇറങ്ങി. ഇതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുർഭവന്തം. തസ്തോത്ര ഹർഷുലമന പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തി അപാദരസ്ത്വം. സംശയങ്ങളെ കുറിച്ച് വെക്കണേ, അവസാനം നമുക്ക് ക്ലിയർ ചെയ്യാം. 7ാമത്തത്. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖ ഘോരഘോണ തൂർണ പ്രദീർണ ജലധ
പരിപൂർണദക്ഷ്ണ സ്തോത്രോന്മുനീൻ ശിശിരയൻ അപതേരിതത്വം. അതിനെ ഈ വരാഹം അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ഭട്ടതിരി പെട്ടെന്ന് ഓർത്ത ആ വരാഹത്തിനെ ഒന്ന് വർണ്ണിച്ചില്ലല്ലോ എന്ന്. ആ വരാഹത്തിന്റെ ഒരു മനോഹര വർണ്ണനയായി പറയുന്ന, ഇല്ല വെറുതെ ഒരു ഉന്നത ശരീരിയായിട്ടുള്ള വരാഹം എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാതെ ആ വരാഹത്തിന്റെ ഒരു ശാരീരിക രൂപം കൂടെ പറയുകയാണേ. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖ ഘോര കോണ സ്തൂർണ പ്രതീർണ ജലത പരികൂർണദക്ഷ്ണാസ്തോത്രോന്മുനീൻ ശിശിരയൻ അവതേരിതത്വം. ആ ഗുരുവായൂരപ്പൻ ആ ശിശുകോല ആ രൂപം മാറി ആ ഉന്നത പർവ്വതാകാരനായിട്ട് നിൽക്കുന്ന ആ രൂപത്തിന്റെ വർണ്ണനയാണ്. എന്താണത്? ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ. ആ കിടിയുടെ ശരീരം മൊത്തം രോമം ഉണ്ടല്ലോ, അത് ഊർധപ്രസാരി മുകളിലോട്ട് എഴുന്നു നിൽക്കുന്നതാണ്. ആ രോമങ്ങളെല്ലാം ഇങ്ങനെ മുകളിലേക്ക് എഴുന്ന് നിൽക്കുകയാണ്, ഉയർന്നു നിൽക്കുന്നു. അതാണ് ഊർധപ്രസാരി പരിധൂമ്രം, അതായത് ചെമ്പിച്ച നിറം അല്ലേ, കറുപ്പും ചുവപ്പും ചേർന്ന ആ ഒരു ചെമ്പിച്ച നിറം. വിധൂതം, അനക്കുന്നത്, മൊത്തം കിടന്നിങ്ങനെ കുലുങ്ങുകയാണ്. ആ രൂപത്തിന്റെ ഒരു ഭീകരത കാണിക്കാനാണ് മുകളിലേക്ക് ഉയർന്ന് ചെമ്പിച്ച് ഇങ്ങനെ ഇളകുന്ന ആ രോമരാജികളോട് കൂടിയാണ് ഭഗവാൻ നിൽക്കുന്നത്. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്ത വാലധി. വാലധി എന്ന് വെച്ചാൽ വാല്. ആ പ്രോക്ഷിപ്തം എന്ന് വെച്ചാൽ ഉയർത്തി വെച്ചിരിക്കുന്ന, മേലോട്ട് ഉയർത്തി വെച്ചിരിക്കുന്ന വാല്. ചാടാനായിട്ടില്ല. ഹനുമാൻ രാമായണമൊക്കെ നമ്മളിപ്പം വായിക്കുന്നുണ്ടല്ലോ. ആ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ ആ രംഗമൊക്കെ എഴുത്തച്ഛൻ ഭംഗിയായിട്ട് പറയുന്നില്ലേ? അതുപോലെയാണ് പ്രോക്ഷിപ്ത വാലധി, ഉയർന്ന വാല്, പൊക്കി വെച്ചിരിക്കുന്ന വാല്. അവാങ്മുഖ ഘോര കോണ. കോണ എന്ന് വെച്ചാൽ മൂക്ക, താഴോട്ടുള്ള മൂക്ക്. ആ താഴോട്ട് ഇറങ്ങാനായിട്ട് തൻ്റെ ആ പന്നി രൂപമല്ലേ വരാഹം, പതുക്കെ ആ മൂക്കൊക്കെ താഴ്ത്തി വെച്ചു. അതാണ് പറയുന്നത് അവാങ്മുഖം, കുനിഞ്ഞ അവാങ്മുഖ ഘോര കോണ. കോണ എന്ന് വെച്ചാൽ മൂക്ക്. ആ രൂപത്തിൽ വർണ്ണിക്കുകയാണേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുമല്ലോ, ആ വരാഹ അവതാരത്തിനെ പറ്റി. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്ത വാലധി. വാലധി, വാല് പ്രോക്ഷിപ്തമാണ്, ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവാങ്മുഖം എന്ന് പറയണം. അതാണ് അവിടെ പദം തെറ്റാതെ ചൊല്ലണം. പ്രോക്ഷിപ്ത വാലധിര അവാങ്മുഖ ഘോര കോണ. ഘോരങ്ങളായ ഭയങ്കരങ്ങളായ ആ മൂക്കെല്ലാം താഴ്ത്തി അവാങ്മുഖമാക്കി വെച്ചിട്ട് തൂർണ പ്രതീർണ ജലത. ജലത എന്ന് വെച്ചാൽ മേഘം. ജലതം മേഘത്തിന്റെ വരികയാണ്, ജലത്തിന് ദാനം ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിൽ. മഴ എന്ന് ഉണ്ടാകുന്ന മേഘത്തിൽ നിന്നല്ലേ. അതുകൊണ്ടാണ് ജലതം. തൂർണ പ്രതീർണം, അതായത് ഇതിങ്ങനെ ആകാശം മൂളം നോക്കുമ്പോൾ മേഘങ്ങളെ എല്ലാം ഛിന്ന ഭിന്നമാക്കുകയാണ്. അതിൻ്റെ ആ രൂപവും തട്ടലും കുലുക്കവും ഒക്കെ കൊണ്ട് ആ മേഘങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? പ്രതീർണം, മുറിക്കപ്പെട്ടിരിക്കുന്ന ജലതങ്ങളോട് കൂടിയിരിക്കുകയാണ്. അതിൻ്റെ വലിപ്പം കാണിക്കുകയാണ്. അതാണ് തൂർണ പ്രതീർണ ജലത. ഇനി അടുത്തതാണ് പരിപൂർണ ദക്ഷ്ണാസ്തോത്രോന്മുനീൻ ശിശിരയൻ. അതിലെ സ്തുതിച്ച മുനിമാരെ ഒന്ന് കുളിർപ്പിക്കണ്ടേ, അവർക്കൊരു ആനന്ദം ഉണ്ടാകുന്നതാണ് ഈ ശിശിരയൻ. ശിശിരം എന്ന് വെച്ചാൽ തണുപ്പ്. ആ ഒരു അവരുടെ മനസ്സിന് കുളിർമയേകുന്നതൊക്കെ. എന്താണ്? പരിപൂർണ ദക്ഷ്ണ. പക്ഷി, അവന്റെ കണ്ണുണ്ടല്ലോ, അതിങ്ങനെ ചുറ്റി വട്ടം ചുറ്റുകയാണ്. അത് കാണാൻ ഇവർക്ക് നല്ല ഭംഗിയാണെന്ന് പറയുകയാണ് മുനിമാർക്ക്. അതാണ് പരിപൂർണത്, ഇങ്ങനെ വട്ടം ചുറ്റുന്ന അക്ഷ്ണ, അക്ഷികളോടുകൂടി സ്തോത്രോന്മുനീൻ, ആ സ്തുതിക്കുന്ന സ്തോത്രങ്ങൾ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്ന ആ മുനീൻ ശിശിരയൻ, അവരുടെ ഉള്ളു കുളിർക്കുമാറ് അവതേരിതത്വം. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നേരത്തെ വിട്ടുപോയത് കൊണ്ടാണ് ഒന്നും കൂടെ പറഞ്ഞത്. അതിൻ്റെ രൂപം ശരിക്കും അവരുടെ ആ കണ്ണിനൊക്കെ ഇങ്ങനെ കുളിർമ നൽകിക്കൊണ്ട് ഭഗവാൻ അവതേരിത വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറയുകയാണ് ഗുരുവായൂരപ്പൻ. ആ രൂപം കണ്ടോ? മനോഹരമായ വർണ്ണനയാണ്. നരസിംഹമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വർണ്ണന കുറേയും കൂടെ കൂടും. ഇവിടെ ഇപ്പം വരാഹത്തിൻ്റെ വർണ്ണന പെട്ടതിൽ വളരെ ചുരുക്കി പറയാണ്. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖ ഘോര കോണ തൂർണ പ്രതീർണ ജലത പരിപൂർണ ദക്ഷ്ണ സ്തോത്രോന്മുനീൻ ശിശിരയൻ
അവതേരിതത്വം. ആ ഭട്ടതിരിയുടെ ആ ഭാഷാ സ്വാധീനമൊക്കെ മക്കളെ 26 വയസ്സുള്ളപ്പോൾ എഴുതിയതാണ്. ആ സംസ്കൃത ഭാഷയിലൊക്കെ ഇത്രയും വർണ്ണിക്കാനൊന്നും മറ്റ് കാവ്യങ്ങളേ ഇല്ല. അതാണ് ഈ നാരായണീയത്തിനൊക്കെ ഇത്രയും മഹത്വം. ഗുരുവായൂരപ്പന്റെ തന്നെ ഒരു പ്രേരണയായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഈ വാക്കുകളെല്ലാം സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ എന്ന് ഭട്ടതിരി ആവർത്തിച്ച് പറയുന്നതാണ്. എല്ലാം ഗുരുവായൂരപ്പൻ ഇങ്ങനെ പ്രേരിപ്പിച്ച് ഓരോന്നും എഴുതി പിടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വർണ്ണന വരുന്നതേ. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണ പ്രതീർണ ജലത പരികൂർണദക്ഷ്ണാ സ്തോത്രോന്മുനീൻ ശിശിരയൻ അവതേരിതത്വം. ആ തോയാശയത്തിലേക്ക് എടുത്ത് ചാടി. 8ാമത്തെ ശ്ലോകം. അന്തർജലം തതനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം. വസുമതീം അഗവേഷയസ്ത്വം. അന്തർജലം തതനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ അകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം. അന്തർജലം. ഞാൻ ആ ജലാശയത്തിന്റെ കാര്യം പറയാണ്. ആ ജലാശയവും വളരെ ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അന്തർജലം തതനു സങ്കുല നക്രചക്രം. നക്രം എന്ന് വെച്ചാൽ മുതല, ചക്രം കൂട്ടം, മുതലക്കൂട്ടങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മുതലകളൊക്കെ ഉള്ള ആ ഒരു ജലാശയത്തിലേക്കാണ് ഭഗവാൻ എടുത്ത് ചാടിയത്. അതാണ് അന്തർജലം. തതനു എന്ന് വെച്ചാൽ അനന്തരം. സങ്കുല നക്രചക്രം. വെറും ഒരു തെളിഞ്ഞ ജലത്തിലേക്കല്ല ചാടിയത്. അന്തർജലം. ആ ജലാശയത്തിന്റെ ഉള്ള് സങ്കുല നക്രചക്രം, മുതലക്കൂട്ടങ്ങളുടെ ഒരു ഒരു വിഹാര രംഗമായിരുന്നു. ഭ്രാമ്യത്തിമിംഗലകുലം. തിമിംഗലം വലിയ മത്സ്യമാണല്ലോ. തിമിംഗല കുലം. ആ തിമിംഗല കൂട്ടവും ഭ്രാമ്യത് എന്ന് വെച്ചാൽ ഇങ്ങനെ പലായനം ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരതി ഓടി നടക്കുകയാണ്. അതാണ് ഭ്രാമ്യത്. ഭ്രാമ്യത്തിമിംഗലകുലം. മത്സ്യത്തിന്റെ പോക്കല്ലേ. തിമിംഗലമൊക്കെ വലിയ സ്പീഡിലാണ് കിടന്ന് നീന്തിയ ടീക്കൂട്ടൊക്കെ പോകുന്ന വെച്ചാൽ ആരെ കിട്ടിയാലും അത് ഉപദ്രവിക്കുകയും അത് ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു ജലാശയത്തിന്റെ ആ ഒരു ഭീകരത പറയാനാണ് ഈ ശ്ലോകം. ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം. കലുഷ ഊർമിജാലം. അതാണ് ചേരുമ്പം കലുഷോർമി. ഓർമ്മി എന്ന് പറയും. ഊർമി. ഊർമിയാണ് തിര. ജാലം എന്ന് വെച്ചാൽ തിരമാല. തിരമാലകൾ അതിങ്ങനെ കലങ്ങി തെളിഞ്ഞ തിരമാല എന്ന് വെച്ചാൽ ജലം ഇങ്ങനെ കലങ്ങി കിടക്കല്ലേ. അതിൽ നിന്ന് വരുന്ന ആ ഒരു എന്താണ് ഇളക്കം. അതാണ് കലുഷോർമിമാലം. അന്തർജലം തതനു സങ്കുല നക്രചക്രം. ഭ്രാമ്യത് തിമിംഗലം. ഭ്രാമ്യത്തിമിംഗലം അതായത് പായുന്ന തിമിംഗലം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നീന്തി പായുന്ന തിമിംഗലം. കലുഷോർമിമാലം. ഊർമിമാലം. തിരമാലകൾ ഇങ്ങനെ കലുഷമായിട്ടിരിക്കുന്നു. ആവിശ്യ ഭീഷണരവേണ. ആവിശ്യം എന്ന് വെച്ചാൽ പ്രവേശിച്ചിട്ട്. ഭീഷണരവേണ. ഭഗവാന്റെ ആ ശബ്ദം വീണ്ടും കുറച്ചില്ല. അലറിക്കൊണ്ടാണ് ഈ സമുദ്രത്തിലും പോണതേ. ജലം ഈ ശബ്ദം ഇങ്ങനെ വിടുമല്ലോ. ജലത്തിന് കണ്ടക്ടിവിറ്റി കൂടുതല. അതുകൊണ്ട് ശബ്ദം പാസ് ചെയ്ത് പോവും. അതുകൊണ്ട് സമുദ്രത്തിലും ഭഗവാൻ ഇങ്ങനെ ഗർജിച്ചു എന്ന് പറയാണ്. ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ. രസാതലം എന്ന് വെച്ചാൽ പാതാളം. ആ പാതാളത്തിനെ വിറപ്പിച്ചുകൊണ്ട് ഈ ശബ്ദധ്വനി കേട്ട് ആ പാതാളമൊക്കെ വിറച്ചു എന്ന് പറയുകയാണ്. അതായത് ശബ്ദം ഈ എതിരാളികളെ ഭീഷണിപ്പെടുത്താൻ പറ്റിയതാണ് അല്ലേ. നമ്മൾ ഭഗവത്ഗീതയിലും അതല്ലേ ആദ്യം തന്നെ ഭഗവാൻ പാഞ്ചജന്യം അങ്ങനെ ഓരോരുത്തരും ശംഖവിളി വിളിച്ചപ്പോഴത്തേക്ക് സഘോഷോ ധർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയതെന്ന് ഇവിടെ പറയത്തില്ലേ വ്യാസൻ. ആ ശബ്ദം കേട്ടപ്പം തന്നെ ആ ധൃതരാഷ്ട്ര പുത്രന്മാരുടെ ഹൃദയം പിളർന്നുപോയി എന്ന് പറയുകയാണ്. ഇതാണ് പാഞ്ചജന്യം. പാഞ്ചജന്യം ഭഗവാന്റെ പാഞ്ചജന്യവും പിന്നെ മറ്റ് പാണ്ഡവന്മാരുടെ ശംഖധ്വനിയും കേട്ടപ്പോഴത്തേക്ക് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്. അതുപോലെയാണ് ഈ യുദ്ധരാളികളെല്ലാം ശബ്ദം കൊണ്ടാണ് നേരിടുന്നത്. ഇവിടെയും ഭഗവാൻ ആവിശ്യ ഭീഷണരവേണ. രവം എന്ന് വെച്ചാൽ ശബ്ദം. ആ ഭയമുണ്ടാക്കുന്ന ആ ശബ്ദം കൊണ്ട് രസാതലസ്ഥാനാകമ്പയൻ. രസാതലം പാതാളം. പാതാളവാസികളെയെല്ലാം രസാതലസ്ഥാൻ എന്നുവെച്ചാൽ പാതാളവാസികളെയെല്ലാം ആകമ്പയൻ വിറപ്പിച്ചുകൊണ്ട് വസുമതീം അഗവേഷയത്വം. വസുമതി എന്ന് വെച്ചാൽ ഭൂമി.
വസുമതി ഭൂമിയുടെ പര്യായമാണ്. വസുമതിയും അഗവേഷയ എന്ന് വെച്ചാൽ അന്വേഷിച്ചു. ത്വം ഭഗവാൻ ഗുരുവായൂരപ്പൻ അങ്ങനെ അവിടെയുള്ള ആ രസാതലവാസികളെ എല്ലാം കിട്ടുകിട്ടാ വിറപ്പിച്ചുകൊണ്ട് ആ ഭൂമിയെ അന്വേഷിക്കാൻ തുടങ്ങി. ഭൂമി എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഭഗവാന്റെ ലക്ഷ്യം. അതാണ് ആകമ്പയൻ വസുമതി അഗവേഷയസ്ത്വം ത്വം അങ്ങ് അതിനെ വസുമതിയെ അന്വേഷിച്ചു എന്ന് പറയുക. അന്തർജലം തതനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം. അങ്ങനെ പദം പിരിച്ച് നമ്മൾ മനസ്സിലാക്കി ചൊല്ലണം. പിന്നെ ഈണത്തിൽ ചൊല്ലുമ്പോഴും ഈ പദത്തിന്റെ ഒരു വിഗ്രഹവും അതിന്റെ അർത്ഥവും കൂടെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ സ്തോത്രത്തിന്റെ ആ യഥാർത്ഥ ഫലം കിട്ടില്ല, അല്ലേ? അന്തർജലം തതനു സങ്കുല നക്രചക്രം ഭ്രമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം. 9ാമത്തെ ശ്ലോകം. അങ്ങനെ ഈ അന്വേഷണം അങ്ങനെ പുരോഗമിച്ചപ്പോ എന്ത് സംഭവിച്ചു? ദൃഷ്ട്വാദ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ചടിതി കൂടകിടിർവിഭോത്വം ആപാതുകാനവിഗണയ്യ സുരാരി കേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അധദാസലീലം. വസുധാം അധദാസലീലം. ദൃഷ്ട്വാദ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ചടിതി കൂടകിടിർവിഭോത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അധദാസലീലം. എന്താണ് ദൃഷ്ട്വാധ? അധ വസുധാം ദൃഷ്ട്വ. വസുധ അവസാനം ഇട്ടറുണ്ട്. ആ വസുധ എന്ന് വെച്ചാൽ ഭൂമി. വസുമതി എന്ന് പറയുന്ന കണക്ക് വസുധ ഭൂമിയുടെ പര്യായമാണ്. അന്നേരം അധ വസുധാം ദൃഷ്ട്വ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം. ഈ ദൈത്യഹതകൻ അല്ലേ? ഹതകൻ എന്ന് വെച്ചാൽ ദുഷ്ടൻ. ആ അസുരദുഷ്ടനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ എവിടെ കൊണ്ടാണ് ഈ വസുധയെ വെച്ചിരിക്കുന്നത്? രസാതലാന്തേ സംവേശിതാം. രസാതലത്തിന്റെ സമീപം, അതായത് പാതാളത്തിന്റെ ഏറ്റവും അടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ആരും എത്താത്ത സ്ഥലത്ത് ഭൂമിയെ. ഭഗവാൻ അത് അന്വേഷിച്ച് അവിടെ ചെന്നു. ദൃഷ്ട്വാദ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം. അത് ഇവിടെ ധരയുടെ കാര്യം പറയാണ്. അതിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ആ ഭൂമിയെ ചടിതി കൂടകിടിർ വിഭോത്വം. കൂടകിടിർ, കൂടെന്ന് വെച്ചാൽ മായ, കിടി എന്ന് വെച്ചാൽ ഇവിടെ പന്നി, വരാഹം. ആ മായാരൂപമാണ് ഭഗവാന്റെ എന്നെടുത്ത് പറയുകയാണ്. ഇത് ഭഗവാൻ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെയൊക്കെയുള്ള വരാഹരൂപമൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം ഒരു മായാപ്രകടനം അല്ലേ? അതേ ഉള്ളൂ. നമ്മുടെ ഭഗവാന്റെ അവതാരങ്ങളെല്ലാം അതുപോലെ കാണണം. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം ഇതൊന്നും അല്ലല്ലോ, അല്ലേ? ഭഗവത്ഗീതയിൽ തന്നെ അത് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. അജോഭിസൻ അഭിയയാത്മാ ഭൂതാനാമീശ്വരോഭിസൻ പ്രകൃതിം സ്വാമവഷ്ടഭ്യ സംഭവാമ്യാത്മമായയാ. സംഭവാമി ആത്മമായയാ. എൻ്റെ ഈ അവതാരങ്ങളെല്ലാം മായയിൽ തന്നെയാണ് അർജുന. അതാണ് സംഭവാമ്യ ആത്മമായയാ. മായാപ്രകടനമാണെന്ന് വെച്ചാൽ ഇല്ലാത്തതാണേ. മായ എന്ന് പറയുന്നത് ഇല്ലാത്തതാണല്ലോ. അന്നേരം മായയിൽ ഭഗവാൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ് ഇതെല്ലാം, അല്ലേ? അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഭഗവത് ലീല. അതാണ് ഇവിടെ മായ കൂടകിടിർ എന്ന് പറയുന്നത്. ഒരു മായ വരാഹമാണ് ഇവിടെ ഉണ്ടായത് എന്നെടുത്ത് പറയുകയാണ്. അല്ല, ഭഗവാന്റെ യഥാർത്ഥ രൂപം അങ്ങനൊന്നും ഇല്ലല്ലോ. ഭഗവാൻ അങ്ങനെ നാമരൂപാധികളൊന്നും ഉള്ള ആളല്ലല്ലോ. സച്ചിദാനന്ദമാണെന്ന് ആദ്യം പറയുന്നില്ലേ, അല്ലേ? ഒരു തുടക്കത്തിൽ തന്നെ നാരായണീയത്തിൽ പറയുമല്ലോ, സച്ചിദാനന്ദ സ്വരൂപിയാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പന് പിന്നെ എവിടെ വരാഹവും മത്സ്യവും ഒക്കെ ഉണ്ടാകാൻ? അതെല്ലാം മായാപ്രകടനം. അതാണ് അജോഭിസൻ അഭിയയാത്മാ ഭൂതാനാം ഈശ്വരോഭിസൻ. ഭഗവാന്റെ വിശേഷണം അതൊക്കെ. അജൻ, ജനിക്കാത്തവരത്തിന് പിന്നെ ജനിക്കാൻ പറ്റുമോ? അവിയയൻ, ഒരു കുറവും വരാത്തവനാണ് ഭഗവാൻ. ആ പരമാത്മഭാവത്തിലാണ് വർണ്ണന. അജോഭിസൻ അവിയയാത്മാ ഭൂതാനാം ഈശ്വരോഭിസൻ. എല്ലാ ഭൂതജാലങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നവൻ, ഇല്ലേ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഈശ്വരൻ എങ്ങനെയാണ് ഈ ജഗത്തിൽ വർത്തിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാ കർമ്മചലനങ്ങളും നടത്തിക്കുന്ന ആളാണ് ഇവിടെ ഈ വരാഹമൂർത്തിയായിട്ട്
വന്നിരിക്കുന്നത്. അതാണ് കൂടകിടിർ വിഭോത്വം. അങ്ങനെ കൂടകിടിയായിരിക്കുന്ന ഒരു മായാ വരാഹമായിരിക്കുന്ന ലയോ ഗുരുവായൂരപ്പ. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കൂടകിടിർ വിഭോത്വം. അങ്ങനെ ആ കൂടകിടിയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു? അപാതുകാൻ അഭിഗണയ്യ സുരാരി ഖേടാൻ. ആ ഭഗവാൻ ചെന്നിങ്ങനെ ആ വസുധയുടെ അടുക്ക ചെന്നപ്പോഴത്തേക്ക് സുരാരി ഖേടന്മാർ, അതായത് ദൈത്യന്മാരായിട്ടുള്ള ദുഷ്ടന്മാർ തന്നെ, ഖേടൻ, ആ ദുഷ്ട ദൈത്യന്മാർ ഭഗവാന്റെ അടുക്കലോട്ട് എതിർത്തു വന്നു എന്ന് പറയാണ്. ആപാതുകാൻ എന്ന് വെച്ചാൽ എതിർത്തു വന്ന ആ ദുഷ്ടന്മാരായ അസുരന്മാരെ അവിഗണയ്യ, അവരെ ഭഗവാൻ മാനിക്കാതെ വകവച്ചില്ല. അവരൊക്കെ തടയാൻ നോക്കി അല്ലേ, പക്ഷെ അതൊന്നും ഭഗവാനെ ബാധിച്ചില്ല. അവരൊന്നും ചെയ്യാനും പോലും. അവരെ ആദ്യത്തെ ലക്ഷ്യം എന്താണ്? ഭൂമിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ നിഗ്രഹമൊക്കെ. അതാണ് ആദ്യം അവരെ അഭിഗണയ്യ, വകവെക്കാതെ എന്ത് ചെയ്തു? ദംഷ്ട്രാങ്കുരേണ വസുധാം അഥദാസലീലം. ദംഷ്ട്രാങ്കുരേണ, ഭഗവാന്റെ ആ പിന്നെ തേറ്റ ഇതുണ്ടല്ലോ, വരാഹത്തിന്റെ ആ തേറ്റ, അതിന്റെ അഗ്രം, അതാണ് ആ ദംഷ്ട്രാങ്കുരം. അങ്കുരത്തിനെ വസുധാം, ഭൂമിയെ അധതാ പൊക്കിയെടുത്തു എന്ന് പറയാണ്. സലീലം, ഭൂമിയെ പൊക്കിയെടുക്കുന്നതിന് ഭഗവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ. തൻ്റെ ആ തേറ്റ കൊണ്ട് കുത്തി ഭൂമിയെ ഇങ്ങ് പൊക്കി കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. ആ ഹിരണ്യാക്ഷൻ കൊണ്ടുവന്ന് ആ പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വസ്തുവിനെ, ഭൂമി ദേവിയെ, ഭഗവാൻ തന്റെ തേറ്റ കൊണ്ട് കുത്തി എടുത്ത് പൊങ്ങി വന്നു. അതാണ് ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ. സുരാരിഖേടൻ എന്ന് വെച്ചാൽ ദുഷ്ടദൈത്യന്മാരെയെല്ലാം വകവെക്കാതെ, എന്താണ് അവിഗണയ്യ, ഗണിക്കാതെ, വകവെക്കാതെ, ആപാതുകാൻ എതിർത്ത് വരുന്ന, ദംഷ്ട്രാങ്കുരേണ വസുധാം അധതാ സലീലം. അധത എന്ന് വെച്ചാൽ പൊക്കിയെടുത്തു. ലീലയോടുകൂടി, ഒരു പ്രയാസവും ഇല്ലാതെ ഭഗവാന്റെ ഒരു ലീലയായിരുന്നു അധതാ സലീലം എന്ന് പറയുകയാണ്. മനസ്സിലായില്ല സന്ദർഭം? ആ ഭൂമിയെ ആദ്യം തന്നെ തൻ്റെ ആ തേറ്റ കൊണ്ട് പൊക്കി ഇഞ്ഞ് മേലോട്ട് കൊണ്ടുവരികയാണ്. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഛടിതി. ഛടിതി പെട്ടെന്ന് തന്നെ ആക്ഷൻ നടത്തണ്ടേ, കാരണം കണ്ടുടനെ തന്നെ അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഛടിതി കൂടകിടിർ വിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അഥതാ സലീലം. പെട്ടെന്ന് തന്നെ ആ ഭൂമിദേവിയെ വളരെ ഒരു ആയാസരഹിതമായി, ഇതാണ് സലീലം, ഭഗവാൻ. ഒന്ന് ഓഫ് ചെയ്യണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഛടിതി കൂടകിടിർ വിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അഥദാ സലീലം. വളരെ ലീലയോടുകൂടിയാണ് ഭഗവാൻ ഈ ഭൂമിദേവിയെ വീണ്ടെടുത്തത്. 10ാമത്തെ ശ്ലോകം. അഭ്യുദ്ധരന്നതധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിതൈവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാത് ജലദേരുദഞ്ചൻ ക്രീഡാപരാഹവപുരീശ്വര പാഹിരോഗാത്. എല്ലാ ദശകത്തിലും ഭട്ടതിരിയുടെ ഈ പ്രാർത്ഥനയുണ്ട്. പാഹിരോഗാത്. ഇത്രയും കഠിനമായിരിക്കാം അദ്ദേഹത്തിന്റെ വാദം, രോഗം. അതുകൊണ്ട് എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ മാറ്റണേ ഗുരുവായൂരപ്പ. ഇതാണ് അഭ്യുദ്ധരന്നതധരാം. അങ്ങനെ ധരെന്ന് വെച്ചാൽ ഭൂമിയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നവനായിരിക്കുന്ന ഭഗവാൻ. അഭ്യുദ്ധരന്നത, അതാ പിന്നീട്, അതായത് ആ അടിയിൽ നിന്ന് ഇതിനെ കുത്തി കൊണ്ടുവരുന്നതാണ്. അതാ പിന്നീട് അഭ്യുദ്ധരന്നതധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ. അല്ലാത്തൊരു വിശേഷണമാണ്. അതായത് ദശനാഗ്രം, ദശന ഇവിടെ തേറ്റയാണ്, അതിന്റെ അഗ്രത്തിരിക്കുകയല്ലേ ഭൂമിദേവി, കുത്തി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത് എതുപോലാണെന്നൊരു ദൃഷ്ടാന്തം പറയാണ്. മുസ്താങ്കുരാങ്കിത ഇവ. മുസ്തം എന്ന് വെച്ചാൽ മുത്തങ്ങ. ഒരു മുത്തങ്ങയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അങ്കുരം, മുള, അത് എങ്ങനെയാണ് ഇരിക്കുന്ന പോലെ. അത് വളരെ ചെറുതല്ലേ. അതായത് ഈ വരാഹമൂർത്തിയുടെ ഈ ശരീരവുമായിട്ട് നോക്കുമ്പോൾ ഭൂമിയുടെ വലിപ്പം ഒരു മുത്തങ്ങയുടെ മുളയുടെ അത്രയേ ഉള്ളെന്ന്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ വരാഹത്തിന്റെ ഒരു വലിപ്പത്തിന്റെ ഒരു ഒരു എന്താണ്, ഒരു ആകൃതിയുടെ ഒരു വലിപ്പം എത്രയാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ആ ഒരു പ്രയോഗമാണത്. ദശനാഗ്രലഗ്ന,
ആ തേറ്റയുടെ അഗ്രത്ത് അങ്കിതമായിരിക്കുന്ന പറ്റിയിരിക്കുന്ന ഒരു മുത്തങ്ങ പോലെയാണ് ഭൂമിദേവി ഇരിക്കുന്നതെന്ന്. പക്ഷെ അത്രയും വലിപ്പമുള്ള ആ ശരീരത്ത് ഒരു മുത്തങ്ങയുടെ മുകുളം പോലെ ഉള്ളൂ ആ ഭൂമിദേവി. ഇവ 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 എന്ന് വെച്ചാൽ പോലെ, അതുപോലെ ഇരിക്കുന്ന ആ ഭൂമിദേവി അധിക പീവരാത്മാ, അതെടുത്ത് പറയണ്ടല്ലോ. പീവരം എന്ന് വെച്ചാൽ തടിച്ച, ഏറ്റവും തടിച്ച അങ്ങനെയുള്ള സ്വരൂപമായിരിക്കുന്ന ആ കൂടകിടി. ഇതാണ് പീവരാത്മാ, ആ സ്വരൂപം. ഭഗവാന്റെ ആ വലിപ്പം പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ആ ഭൂമിയെ പൊക്കിക്കൊണ്ടു വന്നപ്പോൾ ഒരു മുത്തങ്ങയുടെ വലിപ്പമേ ഭഗവാന്റെ ശരീരവുമായി തട്ടിച്ചു നോക്കിയപ്പോൾ അതിന് കണ്ടുള്ളൂ. അഭ്യുദ്ധരന്നതധരാം ദശനാഗ്രലത്നം, അഗ്രാറ്റത്ത് അതിൽ ചേർന്നിരിക്കുന്ന ലഗ്നം, ചേർന്നിരിക്കുന്ന മുസ്താങ്കുര അങ്കിതം. മുസ്താങ്കുരം എന്ന് വെച്ചാൽ മുത്തങ്ങയുടെ മുള പോലെ ലാഞ്ചിതമായിരിക്കുന്ന, ചേർന്നിരിക്കുന്ന, അങ്കിതമായിരിക്കുന്ന പോലെ ഇവ അധിക ഭീവരാത്മാ, അധികം തടിച്ച ശരീരത്തോടു കൂടിയ ആ ഗുരുവായൂരപ്പൻ എന്താണ്? ഉദ്ധൂത ഘോര സലിലാജലതേരുദഞ്ചൻ. ആ നേരത്തെ ആ ജലത്തിന്റെ പ്രത്യേകത പറഞ്ഞല്ലോ, തിമിംഗലവും മുതലക്കൂട്ടങ്ങളും എല്ലാം പാഞ്ഞു നടക്കുന്ന ആ ജലാശയത്തിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ പൊങ്ങി വരുന്ന ആ രംഗം നമ്മുടെ മനസ്സിലും നമുക്ക് തോന്നണമേ. ഇത്രയും പ്രയാസപ്പെട്ട് ഭഗവാൻ ആ ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നതാണ് ഇവിടെ പറയുന്നത്. ഉദ്ധൂത ഘോര സലിലാജലതേർ, ഉദ്ധൂതം കലങ്ങിയ ആ ഘോരം, ഭയങ്കരമായ സലിലത്തോടു കൂടിയ ജലധി, സമുദ്രം. ഇതിന്റെ വിശേഷണമാണ്. നേരത്തെ അത് വർണ്ണിച്ചായിരുന്നല്ലോ. ഇവിടെ ഇപ്പൊ ഇളകി മറിഞ്ഞ് ഭൂമിയെ കൊണ്ട് ഭഗവാൻ പൊങ്ങി വരികയല്ലേ. അപ്പോഴത്തേക്ക് ആ സമുദ്രം മൊത്തം ഇളകി വശായി. അതാണ് ഉദ്ധൂത ഘോര സലിലാജലധി. ആ ജലത്തോടു കൂടിയ ആ സമുദ്രത്തിൽ നിന്ന് ഉദഞ്ചൻ പൊങ്ങി വരുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ ക്രീഡാവരാഹവഭൂ, ആ മായാരൂപിയായിരിക്കുന്ന ആ വരാഹമൂർത്തി അല്ലയോ ഈശ്വര, ആഹി രോഗാത്, എൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇതാണ് പ്രാർത്ഥന. ഈ അവതാരത്തിൽ ആദ്യത്തെ അവതാരമായിട്ട് ഭട്ടതിരി പറയുകയാണേ. ഇവിടെ ആദ്യത്തെ അവതാരമായിട്ട് പറയല്ല, നാരായണീയത്തിൽ വരാഹ അവതാരമാണ് ആദ്യമായിട്ട് ഭഗവാന്റെ ആ ദശാവതാരത്തിൽ പറയുന്നത്. അഭ്യുദ്ധരന്നതരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാത് ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുർ ഈശ്വര പാഹി രോഗാത്. ഈ 10 ഒന്നുകൂടെ ചൊല്ലാം, നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സംശയം. വരാഹാവതാരം ദശകം 12. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ അംഭോരുഹാഷ തവ പാദയുഗം വ്യചിന്തീത്. ഹാഹാ വിഭോ ജലമഹം നിപിപം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി. യുദ്ധം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാൽ സമഭവ ശിശുകോലരൂപീ. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് പൂയോദകുംഭിസദൃശ സമജൃംഭതാസ്ത്വം അഭ്രേദദാവിദമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിതിരഗാത് സഹസൂനുഭിർസ്വൈ. കോസാവചിന്യമഹിമാകിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ. ഇദ്ധം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുർഭവന്തം തസ്തോത്രഹർഷുലമനാപരിണദ്യ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രതീർണ ജലദ പരികൂർണദക്ഷ്ണാസ്തോത്രോന്മുനീൻ ശിശിരയൻ അവതേരിതത്വം. അന്തർജലം തദനു സങ്കുലനക്രചക്രം
ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാവിശ്യ അകമ്പയൻ വസുമതീം അഗവേഷയത്വം ദൃഷ്ട്വാ ദൈത്യകഥകേന രസാതലാന്തേ സംവേശിതാം ചടിതി കൂടകിടിർവിഭോത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അദദാസലീലം അഭ്യുദ്ധരന്നതധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാധിയപീവരാത്മാ ഉദ്ധൂതഘോരസലിലാത് ജലദേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാത്. ഇനി എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. നമുക്ക് സംശയത്തിന് ആവശ്യം പോലെ സമയമുണ്ട്. സ്വാമിജി 1ഉം 2ഉം ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞുതരോ? 1ഉം 2ഉം സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ. ആ ജനസർഗശീലം, സൃഷ്ടിതൽപരനായിരിക്കുന്ന, പ്രജാസൃഷ്ടി നിരതനായിരിക്കുന്ന ആ സ്വയംഭുവ മനു എന്ത് ചെയ്തു? ദൃഷ്ട്വാമഹീം അസമയത്ത്, യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട പ്രളയമല്ല, ഇത് അസമയത്ത് നടന്ന ഒരു പ്രളയമാണ്. അങ്ങനെ ആ പ്രളയം കണ്ടിട്ട്, അതായത് സലിലേ നിമഗ്നം, ഭൂമിയെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയതായി കണ്ടിട്ട് സ്രഷ്ടാരമാവശരണം, സ്രഷ്ടാവിനെ ശരണം പ്രാപിച്ചു. സ്രഷ്ടാവ് ഇവിടെ ബ്രഹ്മാവിനെ തന്നെ പോയി ആ ശരണം പ്രാപിച്ചു. തന്റെ സൃഷ്ടികർത്താവ് ബ്രഹ്മാവാണല്ലോ, ബ്രഹ്മാവിന്റെ മകനാണ് സ്വയംഭൂ മനു. അതുകൊണ്ട് സ്രഷ്ടാരമാവശരണം ആ ബ്രഹ്മാവിന്റെ വിശേഷണമാണ്. ഭവദംഘ്രി സേവാതുഷ്ടാശയം, അങ്ങയുടെ സേവയിൽ പ്രീത മനസ്കനായിരിക്കുന്ന ആ ബ്രഹ്മാവിനെ മുനിജന സത്യനും. അല്ല, ഇടയ്ക്ക് ഇരുന്നാ മതി കേട്ടോ, നമ്മൾ ഇപ്പോഴേ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കേൾക്കില്ല. മുനിജനൈ സഹ സത്യലോകത്ത് പോയി കണ്ടു എന്ന് പറയുകയാണ്. ഒരു ശ്ലോകമാണ് പറഞ്ഞത്. അതെ അതെ, ആയിക്കോട്ടെ. ഇനി ഏതുണ്ട്? പറഞ്ഞിട്ടുണ്ട്. 2എണ്ണം വേണോ? രണ്ടാമത്തത് അർത്ഥം ഞാൻ അന്ന് എത്താൻ കുറച്ച് വൈകിയ. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. പ്രജാസൃജതി മൈ, ഞാനിങ്ങനെ ആ സൃഷ്ടി ചെയ്താൻ തുടങ്ങി, പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവനിർനിമഗ്ന, അവനെന്ന് വെച്ചാൽ ഭൂമി മുങ്ങിപ്പോയി. നേരത്തെ പറഞ്ഞല്ലോ, ഭൂമി ജലത്തിൽ മുങ്ങിപ്പോയി. അതാണ് കഷ്ടം പ്രജാസൃജതി മൈ അവനിർനിമഗ്ന അതായത് സ്വയംഭൂമനു എന്ന് പറയുകയാണ്. അല്ലയോ ബ്രഹ്മാവേ, കൽപ്പയ തത്പ്രജാനാം, കാട്ടിത്തരുക. ഇത്യേവമേഷ കഥിതോ മനുന, പ്രകാരം മനുനാൽ പറയപ്പെട്ടവനായ ബ്രഹ്മാവ് സ്വയംഭൂ അംബോരുഹാക്ഷ തവവാദയുഗം വ്യചിന്തീത്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അംബോരുഹാക്ഷൻ ഇവിടെ ഗുരുവായൂരപ്പന്റെ പാദയുഗം, ആ അംഗ്രിപത്മം ഇതാണ് അതിന്റെ സാമാന്യ അർത്ഥം. ഇനി എന്താണ്? ശ്ലോകം 8 അഗവേഷയാന്നില്ലേ, വസുമതിയും അഗവേഷയ ത്വം, 3 വാക്കാണ്. അഗവേഷയ എന്ന് വെച്ചാൽ ഗവേഷണം നടത്തിയ, അഗവേഷയ അഗവേഷയ. ഓക്കെ. പിന്നെ 10ാമത്തെ അഭ്യന്തരനില്ലേ, 10ഓ? 10ാമത്തെ ശ്ലോകം അഭ്യന്തരൻ ഉയർത്തിക്കൊണ്ടുവരുന്ന അഭ്യുദ്ധരൻ. അധരാണ്, ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നവനായ അഭ്യുദ്ധരൻ, ഉദ്ധരിച്ചോണ്ട് വരുന്നവനായ അഭ്യുദ്ധരാം. ഇനി ഏതാണ്? 4 അങ്കുഷ്ടമാത്ര. ബ്രഹ്മാവിന്റെ നാസാപുടത്തിൽ നിന്നല്ലേ ആദ്യം അങ്കുഷ്ടമാത്ര, പെരുവിരൽ, അങ്കുഷ്ടം എന്ന് വെച്ചാൽ പെരുവിരൽ, ആ പെരുവിരലിന്റെ മാത്രം വലിപ്പമുള്ളവനായിട്ട് പുറത്തു വന്നു. ആദ്യം ഒരു പെരുവിരലിന്റെ വലിപ്പമേ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നുള്ളൂ വരാഹമൂർത്തിക്ക്. പൂയഹ, പിന്നീട് വീണ്ടും അതാ കുംഭി സദൃശ, ആന, കുംഭി എന്ന് വെച്ചാൽ ആന, കുറെ കൂടെ വലിപ്പമുണ്ടായി. ആ പെരുവിരലിന്റെ വലിപ്പം ആനയുടെ വലിപ്പമായി മാറി. സദൃശം എന്ന് വെച്ചാൽ തുല്യം,
അതിന് തുല്യമായി മാറി. സമജൃംഭത എന്ന് വെച്ചാൽ വളർന്നു വർദ്ധിച്ചു. സമജൃംഭത എന്ന് വെച്ചാൽ വളർന്നു എന്നാ. ആനയോടൊപ്പം വളർന്നു, ആനയുടെ രൂപത്തിലായി ഇങ്ങ് മാറി. അധ എന്ന് പറഞ്ഞില്ലേ, പിന്നീട് ആനയുടെ രൂപമായി മാറി. അത് കഴിഞ്ഞിട്ട് എന്താണ്? അഭ്രേ പ്രഭാവിതം. ഈ ആകാശം അല്ലെങ്കിൽ മേഘം, മേഘത്തിന്റെ സഞ്ചാരമാണ്. അഭ്രത്തിന് മേഘം എന്ന് അർത്ഥമുണ്ട്. പിന്നെ മേഘവാളികളോടൊപ്പം വളർന്നു എന്നാണ്. അഭ്രേ തഥാവിധമുദീക്ഷ്യ. ആകാശം, അത് ആകാശം തന്നെ, ആകാശത്തോളം ഉയർന്നു എന്നതിന്റെ അർത്ഥം. അഭ്രേ തഥാവിധമുദീക്ഷ്യ. ആ ഉന്നത ശരീരിയായ അങ്ങയെ, ഭവന്തം ഭവാനെ പ്രകാരം കണ്ടിട്ട് വിസ്മേരതാം വിധി, വിസ്മേരതാം അഗാത്, ആ വിസ്മയാധീനനായി പോയി എന്ന് പറയാണ്. വിധി, വിധി ബ്രഹ്മാവ്. വിസ്മേരതാം വിധി അഗാത് സഹസൂനുഭിർ സ്വയ് സൂനുഭിർ, സ്വന്തം തന്റെ മക്കളോടൊപ്പം ഈ ബ്രഹ്മാവും അത്ഭുതാധീനനായി എന്ന്. ഇതാണ് അതിന്റെ അർത്ഥം. നീ ഏതാ? മൂന്നാമത്തതൊന്ന് പറഞ്ഞു തരുമോ? വിഭോജലമഹം നബിബം പുരസ്താത്. പണ്ട് പുരസ്താന്ന് വെച്ചാൽ പണ്ട് കാരണജലം കുടിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞായിരുന്നു. ആ ബ്രഹ്മാവിന്റെ സൃഷ്ടി ഉണ്ടായതേ പ്രളയം കഴിഞ്ഞ് ബ്രഹ്മാവ് വന്നപ്പോൾ ആ കാരണജലം കുടിച്ച കാര്യം ഇവിടെ പറയുന്നത്. ജലമഹം നബിബം പുരസ്താത്. പണ്ട് ഞാൻ ആ ജലം കുടിച്ചവനാണ്. അദ്യാപി, പക്ഷെ ആ ജലം വീണ്ടും ഇപ്പം വന്ന് കാണുകയാണ്. അതാണ് അദ്യാപി എന്ന് വെച്ചാൽ ഇപ്പോഴും. മജ്ജതി മഹി, ഭൂമി വീണ്ടും മുങ്ങിപ്പോയി. കിമഹം കരോമി, ഞാൻ എന്ത് ചെയ്യേണ്ടു? അതിന്റെ ഒരു ധർമ്മസങ്കടമാണ്. ഞാൻ എന്ത് ചെയ്യേണ്ടു? ഭൂമി വീണ്ടും വെള്ളത്തിലായി പോയല്ലോ. അന്ന് ഞാൻ കുറെ കുടിച്ചു പറ്റിച്ചെല്ലാം തെളിച്ചെടുത്തതാ, പക്ഷെ വീണ്ടും ഭൂമി വെള്ളത്തിലായി. ഇത്തം ത്വതംഗ്രിയുഗളം ശരണം യതഃ, ഇപ്രകാരം അങ്ങയുടെ ആ പാദയുഗളത്തിൽ ശരണം പ്രാപിച്ചവനായ അസ്യ, ആ ബ്രഹ്മാവിന്റെ നാസാപുടാ സമഭവ, ആ നാസാരന്ധ്രങ്ങളിൽ കൂടി സമഭവ അവതരിച്ചു ഭഗവാൻ. ശിശുകോല രൂപി, ശിശു എന്ന് വെച്ചാൽ ബാല്യം, ശിശു, കോലം വരാഹം, പന്നി, ആ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു എന്ന് പറയുകയാണ്. അഞ്ചാമത്തേതൂടെ ഒന്ന് പറഞ്ഞു തരുമോ? കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോമേ. അന്നേരം ബ്രഹ്മാവ് ഇത് കണ്ടപ്പോഴത്തേക്ക് ബ്രഹ്മാവിനാകെ സംശയമായി. കാസൗ, ഇവൻ ആര്? അതായത് ഈ പുറത്തിയാടിയവൻ ആര് എന്നാണ്. കാസൗ അചിന്യ മഹിമ, എന്റെ മനസ്സുകൊണ്ടൊന്നും ചിന്തിക്കാൻ വയ്യാത്ത ഒരു വസ്തുവാണ് ഈ കാണുന്നത്. അചിന്യ മഹിമ. കിടിരുദ്ധി, കിടി എന്ന് വെച്ചാൽ വരാഹം. ഉദ്ധിതോമേ നാസാപുടാത്, എന്റെ ഈ നാസാപുടങ്ങളിൽ നിന്ന് വന്ന ഇവൻ ആര് എന്നുള്ള ആ അത്ഭുതം ബ്രഹ്മാവിന്. കിമു ഭവേത് അജിതസ്യമായ, അജിതസ്യമായ അഭൂത് കിം, അല്ല ഭവേത് കിമു, അതായത് ഇത് അജിതന്റെ മായ തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം. അജിതൻ എന്ന് വെച്ചാൽ മഹാവിഷ്ണു. ഇത് ഗുരുവായൂരപ്പനൊരു മായ കാണിച്ചതാണോ? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു വിഭ്രമം ബ്രഹ്മാവിനുണ്ടായി. അതാണ് കിമു ഭവേത് അജിതസ്യമായ. യുദ്ധം വിചിന്തയതി ധാതരി, ധാതാവ് പ്രകാരം ചിന്തിച്ചപ്പോൾ ശൈലമാത്ര സദ്യോ ഭവൻ, വീണ്ടും പർവ്വതാകാരനായിട്ട് ആ ഗുരുവായൂരപ്പനെ മാറി. സദ്യ, സദ്യ എന്ന് വെച്ചാൽ പെട്ടെന്ന്, കൂടുതൽ വലിപ്പത്തിലായി. നേരത്തെ തന്നെ ആകാശത്തോളം ഉയർന്നെന്ന് പറഞ്ഞല്ലോ, വീണ്ടും പറയുകയാണ് പർവ്വതാകാരനായിട്ട് അങ്ങ് മാറി. സദ്യോ ഭവൻ കില, അല്ലോ ജഗർജിത, എന്നിട്ട് അലറി അട്ടഹസിച്ച് ഗർജിച്ചു. ജഗർജിത ഘോരഘോരം, വലിയ ശബ്ദം ഉണ്ടാക്കി എന്നാണ്. ഇനി എന്താ ഉണ്ട്? ഏഴാമത്തെ എന്ന് പറഞ്ഞു. ഏഴാമത്തെ ഏതാ? ഏഴാമത്തെ പ്രസാരി പരിധൂമ്രവിധൂത രോമ. ആ കിടിയുടെ രോമങ്ങളെല്ലാം ഇങ്ങനെ എഴുന്ന് നിൽക്കുകയാണ്. ഊർത്തം എന്ന് വെച്ചാൽ മുകളിലോട്ട് എഴുന്ന് നിൽക്കുന്ന, പ്രസരിച്ച് നിൽക്കുന്ന. പരിധൂമ്രം, ധൂമ്രം എന്ന് വെച്ചാൽ ചെമ്പിച്ച നിറം, കറുപ്പും ചുവപ്പും കൂടെ ചേർന്ന നിറമാണ് പരിധൂമ്രം ആയിരിക്കുന്ന ആ രോമം. പിന്നെ എന്താണ്? വിധൂതം എന്ന് വെച്ചാൽ ഇളകുന്നത്. നമുക്ക് കേൾക്കുന്നില്ല സാർ. ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ല സാറേ. അത് മ്യൂട്ടായി പോയി. സാറ് പറയുന്ന കേൾക്കുന്നില്ല. ഓക്കെ. ഊർധപ്രസാരി പരിധൂമ്ര വിധൂത രോമ.
ആ രോമങ്ങളെല്ലാം ഇങ്ങനെ എഴുന്ന് ചെമ്പിച്ച നിറത്തോടുകൂടി പിന്നെ ഇളകുന്നതാണ്. വിധൂതരോമ പ്രോക്ഷിപ്ത വാലധി. വാലധി വാല്. പ്രോക്ഷിപ്തം എന്ന് വെച്ചാൽ ഉയർത്തിവെച്ച വാല്. അതാണ് പ്രോക്ഷിപ്ത വാലധി. അവാങ്മുഖ കോരകോണ. അവാങ്മുഖം എന്ന് വെച്ചാൽ താഴ്ത്തിയ, കോണം എന്ന് വെച്ചാൽ മൂക്ക്. മൂക്കെല്ലാം താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ കാണണം. അതിന്റെ ഈ വരാഹമൂർത്തിയുടെ അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഊർധപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്തവാലധി അവാങ്മുഖ കോരകോണ. ആ താഴ്ത്തി അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോകുമല്ലേ ജലാശയത്തിലേക്ക്. പൂർണ്ണ പ്രതീർണ ജലത. നേരത്തെ പറഞ്ഞ കണക്ക് ഇതങ്ങ് ആകാശം മുട്ടി ജലതം എന്ന് പറഞ്ഞാൽ മേഘം. മേഘത്തേക്ക് ഇങ്ങനെ ചിന്ന ഭിന്നമാക്കും. അതാണ് ഇവിടെ പറയുന്നത്. പ്രതീർണ ജലത. ജലതത്തെ പ്രതീർണമാക്കി എന്ന് വെച്ചാൽ മുറിച്ചു. ഇത്രയും ഉയർന്നു ചെല്ലുമ്പോൾ മേഘങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇതിന്റെ ശരീരം ചെന്ന് തട്ടിയപ്പം. അതാണ് തൂർണ പ്രതീർണ ജലത പരിപൂർണ ദക്ഷിണാസ്തോത്രോന്മുനീൻ ശിശിരയൻ. തന്റെ ആ കണ്ണിങ്ങനെ വട്ടം ചുറ്റുകയാണ്. അത് കണ്ട് ഈ മുനിമാർക്കെല്ലാം സന്തോഷം ഉണ്ടായി എന്ന് പറയാണ്. അതാണ് പരിപൂർണ ദക്ഷിണ അക്ഷി. അക്ഷ എന്ന് വെച്ചാൽ അക്ഷികളാണ്. കണ്ണുകളാൽ സ്തോത്രോന്മുനീൻ, ആ സ്തുതി ചെയ്യുന്ന മുനിമാർക്ക് ശിശിരയൻ, അവരെ കുളിർപ്പിക്കുന്ന മട്ടിൽ, അവരുടെ മനസ്സിന് കുളിർമയുണ്ടാകുന്ന രീതിയിൽ അപദേരിതത്വം ആ വെള്ളത്തിലേക്ക് താഴ്ന്നിറങ്ങി. അപദേരിതത്വം. അഞ്ചിലേ സാറേ, അഞ്ചിലക്കിയില്ല എന്ന് പറഞ്ഞ എന്താ ആ വാക്കിന്റെ അർത്ഥം എന്തെന്ന് സാറേ? ഏത് അഞ്ചാമത്തെ ശ്ലോകം അഞ്ചിലക്കിയില്ല ഭവൻ കില, അതിന്റെ ആ വാക്കിന്റെ അർത്ഥം കില എന്നാണ്. മഹിമ കിടിന്നല്ലേ? കിടിരുത്തിതോമേ കിടി. അഞ്ചിലെ ഇത്തം വിജിന്തയതി ധാതരി ശൈലമാത്ര. ഭവൻ കില എന്ന് വെച്ചാൽ അല്ലോ, ഗർജിച്ചു അല്ലോ എന്നൊക്കെ പറയും. അതായത് വൃത്തപൂരണത്തിന് വേണ്ടി ഗർജിച്ചു അല്ലോ, ഇതാണ് കില. സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. സംശയം തീർന്നു. എങ്കിൽ ഇത് നല്ലോണം ഒന്ന് ചൊല്ലാവുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്ക് സമയമുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചൊല്ലുന്നവരൊന്ന് ചൊല്ലിയാൽ കേൾക്കാമായിരുന്നു. നല്ലോണം ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൊല്ലും. നാരായണി ചെല്ലുന്നവരാണല്ലോ അല്ല. ആരെങ്കിലും ഒരാള് ഒന്ന് ചൊല്ലിയാൽ പറ്റുമെങ്കിൽ. സാറേ ആറാമത്തതൊന്ന് പറഞ്ഞു തരുമോ? ആറ് ഏതാണ്? തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്ത. തം തേ നിനാദം. തം എന്ന് വെച്ചാൽ ആ നിനാദം ശബ്ദം. ഉപകർണ്യ കേട്ടിട്ട്. ജനസ്തപസ്ത, ജനലോകമുണ്ട്, തപോലോകമുണ്ട്, അതുപോലെ സത്യലോകമുണ്ട്. അവിടെ എല്ലാം ഉള്ള മുനിമാര് നുനൂർഭവന്തം അങ്ങയെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. ഈ ശബ്ദമെല്ലാം കേട്ടപ്പോഴത്തേക്ക് അതിന്റെ അനുരണനം അങ്ങ് സത്യലോകത്തും എല്ലായിടത്തും എത്തിച്ചേർന്നു. അവിടെയുള്ള മുനിമാർക്കെല്ലാം മനസ്സിലായി ഭഗവാന്റെ ഇവിടെ അവതാരം നടന്നു എന്നറിഞ്ഞ് അവരവിടെ എല്ലാം നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. സ്തോത്ര ഹർഷുലമന. അവരുടെ ആ സ്തോത്രം കേട്ടിട്ട് വളരെ സന്തോഷവാനായിട്ട് ഭഗവാൻ പരിണദ്യ ഭൂയ, വീണ്ടും ശബ്ദം ഉണ്ടാക്കി, ഗർജിച്ച്. അവർ വീണ്ടും സന്തോഷിക്കട്ടെ, നല്ലപോലെ സ്തുതിക്കട്ടെ എന്ന് വിചാരിച്ചു. തോയാശയം വിപുലമൂർത്തി അവാതരസ്ത്വം. എന്നിട്ട് ആ ജലാശയത്തിലേക്ക് താണിറങ്ങി. ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ആരെങ്കിലും ഒന്ന് ചൊല്ല്. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലം സൃഷ്ടാരമാപചരണം ഭവദഗ്നിസേവാ തുഷ്ടാശയം മുനിജനൈർസഹ സത്യലോകേ കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്നാ സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ അംഭോരുഹാക്ഷ തവ പാദയുഗം വിചിന്തീത് ഹാഹാ വിഭോ ജലമഹം ന്യപിംബം പുരസ്താത് അത്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രയുഗളം ശരണം യദസ്യോ നാസാപുടാത് സമഭവ ശിശുപോലരൂപീ അങ്കുഷ്ടമാത്രവപുരസ്പുരസ്താത് ഭൂയോദകുംഭിഃ സദൃശ സമജൃംഭദാസ്ത്വം അത്രേ തദാവിധമുദീക്ഷ്യ പവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാത് സഹ സുനുഫീർത്വൈ
കോസാവചിന്യാ മഹിമാ കിടുരുത്ഥിതോ മേ നാസാപുടാത്കിമു ഭവേദ് അജിതസ്യ മായാ ഇത്തം വിചിന്തയതി ദാതരി ശൈലമാത്രാ സത്യോ ഭവൻ കില ജഗർജിത ഹോരഹോരം തം തേ നിനാദമുപകർണ്യ ജനസ്തബസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തത്സ്തോത്രഹർഷുലമനാ പരിണദ്യ പൂയാ തോയാശയം വിപുലമൂർത്തി അവാദരസ്ത്വം ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമാ പ്രോക്ഷിപ്തവാലതിര അവാങ്മുഖോരഹോണ തൂർണപ്രദീർണ ജലദ പരിപൂർണ ദക്ഷിണ സ്തോസ്ത്രിന്മുനീർ ശരിയൻ അവതേരിതത്വം അന്തർജലം തദനു സംകുലനക്രചക്രം കാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ പീഷരവേണ രസാതലാസ്താൻ ആകമ്പയൻ വസുമതീം അഗേവയസ്ത്വം ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശശിതാം ക്ഷരിതി കൂടകിടിർവിഭോത്വം ആപാദുകാന വിഗണയ്യ സുരാരിഹേടാൻ സംഷ്ടാങ്കുരേണ വസുതാം അതദാസലീലം അഭ്യന്തരന്നതരാം ദശനാഗ്രലഗ്നാം പുസ്താങ്കുരാങ്കിത ഇവാദിക തീവരാത്മാ ഉത്ഥൂതഹോര സലിലാ ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവരീശ്വര പാഹി രോഗാത്. നമസ്തേ ജി. പക്ഷെ ഇത് കുറച്ച് വാക്കുകളൊക്കെ വ്യക്തത വരാനുണ്ട്. ഞാൻ ആ ചൊല്ലിയത് വെച്ചോണ്ട് ആ വാക്കുകളൊന്ന് തിരിച്ചു ചൊല്ലി ഒന്ന് പഠിക്കാൻ നന്നായിരിക്കും. ചൊല്ലിയത് കുഴപ്പമില്ല, ചില വാക്കുകൾക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവസാനം ചൊല്ലിയതൊന്ന് കേട്ട് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ശരി ശരി സ്വാമി. നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. ഇനി അടുത്ത ശനിയാഴ്ച കാണാം. ശരി.